സംഗമഗ്രാമ നാട്യരംഗമിതാ സംഗമഗ്രാമ നാട്യരംഗമിതാ ശതകാർത്ഥസംഗമം ആഘോഷിപ്പൂ തുംഗശോഭം തുംഗശോഭം സ്വാഗതം 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 പ്രിയമുള്ളവരെ, കവി മധുസൂദനൻ നായർ സാറിൻ്റെ പ്രഭാഷണം ആരംഭിക്കുകയാണ്. അദ്ദേഹത്തെ കേൾക്കുന്നതിനും കാണുന്നതിനും എല്ലാവരും ഏറ്റവും മുമ്പിൽ തന്നെ വന്നിരിക്കണമെന്ന്, പിന്നിലത്തെ ഭാഗം ഒഴിച്ചിടാം, നമുക്ക് മുമ്പിലേക്ക് തന്നെ വന്നിരിക്കണം പ്ലീസ്. മധുസൂദനൻ സാറിനെ ഈ പ്രഭാഷണത്തിന് ക്ഷണിക്കുന്നതിനായിട്ട് ക്ലബിൻ്റെ ഒരു ഭാഗമായിട്ട് കൂടി വേണുസാറിനെ കണക്കാക്കിക്കൊണ്ട് വേണുസാറിനോട് അപേക്ഷിക്കുന്നു. നമുക്കൊക്കെ അങ്ങേയറ്റം പ്രിയങ്കരനായ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി, നമുക്ക് ഇന്നിപ്പോൾ അക്ഷരഗുരു എന്ന് പറയാവുന്ന ഒരു കവി ഇന്ന് ഈ സംഗമ ഗ്രാമത്തിൽ അവതരിച്ചിരിക്കുകയാണ്. അത് ഈ മണ്ണിൻ്റെയും ഒരു സുഹൃതമായി ഞാൻ കാണുന്നു. ഉണ്ണായി വാര്യർ ജനിച്ച് ജീവിച്ച ഈ പുണ്യഭൂമിയിൽ ഈ മഹാകവിയുടെ സാന്നിധ്യം തീർച്ചയായും അഭിമാനിക്കത്തക്കതാണ്. ഞങ്ങൾ വളരെ വെളുപ്പിനെ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് പെരുവനം ഗ്രാമത്തിലെ അവിടുത്തെ ഗ്രാമോത്സവത്തിൽ പങ്കെടുത്ത് നേരെ ഈ സംഗമ ഗ്രാമത്തിലേക്ക് പോകുന്നതാണ്. വളരെ മധുരമായ ഒരനുഭവമാണ് ഈ രണ്ട് ഗ്രാമങ്ങളും സന്ദർശിക്കുക എന്ന് പറയുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ വിഷയം കവിതയിലെ മധുജ്ഞാനം എന്നതായിരുന്നു. അത് ആ വിഷയത്തെപ്പറ്റി എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പോലും എനിക്ക് ത്രാണിയില്ല, സത്യം പറഞ്ഞാൽ. ഏതാണ്ട് 1.5 മണിക്കൂർ നേരം നീണ്ട അതിമനോഹരമായ ഒരു പ്രഭാഷണമായിരുന്നു അത്. ഇവിടെ ഇരിങ്ങാലക്കുട KN പിഷാരടി സ്മാരക കഥകളി ക്ലബിൻ്റെ അത്യപൂർവമായ, കേരളത്തിലെങ്ങും നടന്നിട്ടില്ലാത്ത വിധമുള്ള സുവർണ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ണായി വാര്യരെയും നളചരിതത്തെയും നളകഥകളെയും സംബന്ധിക്കുന്ന അനേക ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൻ്റെ ഭാഗമായി കവി മധുസൂദനൻ നായരുടെ ഒരു പ്രഭാഷണം, നളചരിതത്തെപ്പറ്റി ഒരു പ്രഭാഷണം ഉണ്ടാവുക എന്നത് നമുക്ക് കൈവന്ന ഭാഗ്യമാണ്. മധുജ്ഞാനം തന്നെയാണ് ഇവിടെയും വിഷയം. സത്യം പറഞ്ഞാൽ ഉണ്ണായി വാര്യരുടെ കവിതയിലെ മധു ആസ്വദിക്കാൻ, അത് സംഗീതമപി സാഹിത്യം എന്ന്
നാം പണ്ട് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളതുപോലെ സംഗീതവും സാഹിത്യവും ഉത്തമ സാഹിത്യവും ചേരുമ്പോഴുണ്ടാകുന്ന മധു, അതിനെപ്പറ്റിയായിരിക്കും അദ്ദേഹം പ്രസംഗിക്കുക എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഈ മധു എവിടെ നിന്ന് വരുന്നു, നായിവാരുടെ കവിതയിലെ മധു, അതിൻ്റെ ഉറവിടം എന്താണ്, അതിൻ്റെ അനുഭവം എന്താണ് എന്നൊക്കെ 4 ദിവസം ഞാനിവിടെ കിടന്ന് എന്തൊക്കെയോ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോയപ്പോഴാണ് ഞാനിതൊന്നും അല്ലല്ലോ പറയേണ്ടിയിരുന്നത്, വേറെ എന്തെല്ലാം ഇനിയും പറയാൻ കിടക്കുന്നു എന്ന ഒരു നിരാശയാണ് എന്നെ ബാധിച്ചത്. സത്യം പറയട്ടെ, അതാണ് ഉണ്ണായി വാര്യരുടെ മഹത്വം. ആ മഹത്വത്തിലേക്ക് നമ്മെ കൈപിടിച്ചുകൊണ്ട് കയറ്റാൻ എന്നേക്കാൾ പ്രാപ്തനായ, എൻ്റെ ജ്യേഷ്ഠതുല്യനായ, എനിക്ക് ഗുരുതുല്യനായ എൻ്റെ പ്രിയപ്പെട്ട കവിയെ ഞാൻ സാദരം നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ആ വാക്കുകൾക്കായി ഞങ്ങളുടെ എൻ്റെ ഈ സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. നമസ്കാരം. ഈ മഹാഗുരുഭൂമിയിലെ ഗുരുപരമ്പരകളുടെ സ്മരണകൾ സജീവമായി നിലനിർത്തുന്ന ആർക്കും നമസ്കാരം. പൂർവ ഗുരുക്കന്മാർക്ക് നമസ്കാരം. വാക്കിന് നമസ്കാരം. ഉണ്ണായി വാര്യരുടെ വചനത്തിൻ്റെ മുന്നിൽ നമസ്കാരം. ആരെക്കുറിച്ചും വലിയ വചനങ്ങൾ പറയാം, പ്രത്യേകിച്ച് സ്നേഹം, കുടുംബം. അതുകൊണ്ട് എന്നെക്കുറിച്ച് ചില വലിയ വചനങ്ങൾ എൻ്റെ പ്രാണസ്നേഹിതൻ, ശരിക്കും എൻ്റെ അനുജൻ തന്നെ, അദ്ദേഹം പറഞ്ഞു. അതിനെ ഞാൻ നമസ്കരിക്കുന്നു. എന്ത് പ്രാപ്തിയാണ് എനിക്ക് മിച്ചമുള്ളത് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അരുതാത്തത് കഴിയുന്നത് ചെയ്യരുത്. ആര് നിർബന്ധിച്ചാലും ഞാൻ ചില കാര്യങ്ങൾ ചെയ്യാറില്ല. പിന്നെ എന്തുകൊണ്ടോ കുറച്ച് കഥകളി കണ്ടിട്ടുള്ളത് കൊണ്ടോ, കുറച്ച് മാത്രം, ഒരു 10-25 വർഷത്തോളം നളചരിതം തന്നെ പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട്, പിന്നെ ശ്രീ വേണുഗോപാലന്റെ ശ്വാസം ഏറ്റിട്ടുള്ളത് കൊണ്ട് ചിലപ്പോ ചില തൻ്റെ ഇടങ്ങൾ തോന്നും. അതിൽ ഒരു തൻ്റെ ഇടം എൻ്റെ AR ഗോപാല സാറാണ്. എന്നെ BA മലയാളം പഠിപ്പിച്ച സാറ് ഇന്നില്ല. പിന്നൊരു വലിയ തൻ്റെ ഇടം ഞങ്ങളുടെ N കൃഷ്ണമുള്ള സാറാണ്. അവര് ചില വഴികൾ ചൂണ്ടിത്തന്നു, അതിൽ നടക്കാൻ ശ്രമിച്ചു എന്നതിനപ്പുറം മറ്റൊന്നും അവകാശപ്പെടാനില്ല. എങ്കിലും ഏതൊരുത്തനും സ്വപ്നം കാണാം, അമരാവതിയിൽ ചെന്ന് അവിടുത്തെ കുടിമരത്തിൽ കുടികെട്ടുന്നതിനെ കുറിച്ച് എനിക്ക് സ്വപ്നം കാണാം. അതുപോലൊരു സ്വപ്നമാണിത്. 4 ദിവസം 4.5 മണിക്കൂർ വീതം ഇവിടെ നീണ്ടു നിന്ന നളചരിത പ്രഭാഷണത്തെക്കുറിച്ച് കേട്ട് കുളിരുകൊണ്ടപ്പോൾ എനിക്കും തോന്നി ഒരു കൊതി. 2 വർത്തമാനം പറയാം. അദ്ദേഹമായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അറിയാതെ സമ്മതിച്ചു പോയി. ആ അഹങ്കാരം മാത്രമേ എന്നിൽ ഉള്ളൂ, മറ്റൊന്നും വിചാരിക്കരുത്. ഞാൻ നളചരിതം
നന്നായി കണ്ടിട്ടുണ്ട്. കുട്ടിക്കാലം മുതൽ കഥകളി കാണാൻ യോഗം കിട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പോഴൊന്നും നളചരിതം തിരിച്ചറിഞ്ഞില്ല. നേരത്തെ ഇവിടെ പറയപ്പെട്ടതുപോലെ അങ്ങ് കണ്ടുവിടുക. പിന്നീട് കണ്ടു. കാണക്കാണ് അതിൻ്റെ അന്തർവാഹിനികൾ എന്തൊക്കെ എന്ന് അകത്ത് തിരിച്ച ഉദിച്ചു വന്നു. പിന്നീടാണ് ഇത് മരിക്കില്ല എന്ന് തോന്നിയത്. ആ തോന്നൽ ഉണ്ടാകത്തക്ക രീതിയിൽ അമരത്വം വചനങ്ങളിലുള്ള ഒരു കവിയാണ് ഉണ്ണായി വാര്യർ. അപൂർവം ചിലർക്ക് മാത്രം കിട്ടും. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, വ്യാസൻ തൊട്ട് ഇങ്ങോട്ട് അല്ലെങ്കിൽ വാൽമീകി തൊട്ട് ഇങ്ങോട്ട് പലരും മരിക്കാതിരിക്കുന്നുണ്ട്. ഷേക്സ്പീരിയൻ തിയേറ്റർ ഞാൻ പോയി കണ്ടിട്ടുണ്ട്, അവിടുത്തെ കളി കണ്ടിട്ടുണ്ട്. ലണ്ടൻ അകത്തുള്ളതും പുറത്തുള്ളതും രണ്ടിടത്തും പോയി കണ്ടിട്ടുണ്ട്. പക്ഷേ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇവിടെ വന്ന സിനിമയിൽ ആദ്യത്തെ സിനിമ നമ്മൾ ഇന്ന് കൊതിയോടെ എവിടെയെങ്കിലും കൂടെ കൂടെ ആവർത്തിച്ചു കാണുന്നില്ല. ഏതാണ്ടൊരു 300 വർഷം മുമ്പുണ്ടായ ഈ കഥകളി, ഒരു നാട്ടിടയിൽ മാത്രം കുരുത്ത കഥകളി, ചിറക് വെച്ച് വീണ്ടും പറന്നുകൊണ്ടിരിക്കുന്നു. വചനം മരിക്കില്ല എന്ന് തെളിയിക്കുന്നതാണ് സത്കവികളുടെ രചന. ആ മരിക്കാത്ത വചനം എഴുതണമെങ്കിൽ ആ വിധത്തിലുള്ള കഴിവും വേണം. എങ്ങനെ വചനം മരിക്കുന്നില്ല? കടലാസുകൾ പൊടിഞ്ഞു പോയാലും മരിക്കാത്തതാണ് നല്ല വചനം എന്ന് തെളിയിച്ചത് ഋഗ്വേദത്തിൻ്റെ പാരമ്പര്യമാണ്. വാക്കിൽ കൂടെ മാത്രം നിലനിന്ന സാഹിത്യം, ഒത്തുവഴി മാത്രം. നമുക്കറിയാം, സ്വരപാഠം, ഘനപാഠം, സംഹിതാപാഠം, ഇടാപാഠം, ഇങ്ങനെ ഈ പാഠങ്ങളിൽ നിലനിൽക്കുകയും സ്വരപ്രക്രിയയിൽ കൂടെ അർത്ഥപ്രക്രിയ സാർത്ഥകമാക്കുകയും ചെയ്ത ഒരു പാരമ്പര്യം. എൻ്റെ അകങ്ങളിൽ കയറാൻ എനിക്കും പിടിയില്ല. പക്ഷേ ചില സാഹിത്യങ്ങൾ കാലം പകർന്ന് കാതു പകർന്ന് നമ്മിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. നവകാലത്ത്, പ്രത്യേകിച്ച് നവമാധ്യമകാലത്ത് ഇത് ശ്രദ്ധിക്കാൻ ആളുകൾക്ക് നേരമല്ല. ശരിയാണ്. പ്രത്യേകിച്ച് പണ്ട് വൈകുന്നേരം കഴിഞ്ഞാൽ അന്നം അമ്പലത്തിലാണ്, അമ്പലത്തിലെ അരങ്ങിലാണ്. അരങ്ങിലെ പാട്ടോ കളിയോ ആണ് അന്നം, വേറൊന്നുമല്ല. വെളുക്കുവോളം അവിടെ ഇരിക്കുന്ന ശീലം ഉണ്ടായിരുന്നു. ഇന്ന് അന്തി കഴിഞ്ഞാൽ തെരുവിലാണ്, തീറ്റയ്ക്ക്. ഈ തെരുവ് തീറ്റയുടെ കാലമാണ്, വേറെ ഒന്നിനും നേരമല്ല. മുമ്പ് മനസ്സ് വിശാലമാക്കിയിട്ടിരുന്ന് ഒരു കൂടിയാട്ടം കാണാൻ പറ്റും. ഇപ്പോഴാർക്കും പറ്റില്ല. നമ്മുടെ സംവേദനം ആ വിധത്തിൽ സങ്കുചിതമായി. അതിൻ്റെ കുഴപ്പം കൊണ്ട് ആകർഷണങ്ങൾ മാറി. വീണ്ടും ഞാനിവിടെ നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ തോന്നിയ, വീണ്ടും അതിലേക്ക് പ്രവേശിക്കാൻ ചെറിയ ഒരു ഉദ്വേഗവും ഉത്കണ്ഠയും ചെറിയൊരാവേശവും ചെറുതായി വരുന്നുണ്ട്. അതാണ് നളചരിതം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ വേണുവിൻ്റെ കിഹോത്തെ അവതരിപ്പിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ആ കഥകളി സ്പെയിനിൽ എത്ര അരങ്ങ്, എത്ര തരം പ്രേക്ഷകർ, വിസ്മയം ഉണ്ടാക്കും. അവർക്ക് ഈ ഭാഷ നന്നായിട്ട് അറിയില്ല, പക്ഷേ ഈ വിശ്വഭാഷ അവർക്കറിയാം. അഭിനയത്തിൻ്റെ വിശ്വഭാഷ അവർക്ക് മനസ്സിലായി. അവർക്കെന്നല്ല, പാവപ്പെട്ട ഗ്രാമീണനും ചിലപ്പോൾ മനസ്സിലാവും. അത് അഭിനയമാണ് അല്ലെങ്കിൽ സംഗീതമാണ്. ഭാഷ
ദേശഭേദമുള്ള ഭാഷയുടെ അർത്ഥം പൂർണ്ണമായി മനസ്സിലാക്കണമെന്നില്ല. ഒരു വാക്കിൻ്റെ വിവക്ഷ ഗ്രഹിക്കാൻ വാക് സംഗീതം മതി. വാക് സംഗീതം കൊണ്ട് തന്നെ ഒരു വാക് പ്രയോഗത്തിൻ്റെ വിവക്ഷ ഗ്രഹിക്കാൻ കഴിയുന്ന തരത്തിൽ യൂണിവേഴ്സലാണ് ഭാഷാബോധം എന്ന് ഞാൻ വിചാരിക്കുന്നു. ജന്തുവിന് മുഴുവൻ അതുണ്ട്. ജന്തുക്കളിൽപ്പെട്ട മനുഷ്യനും അത് തന്നെയുണ്ട്. നമ്മൾ സങ്കേതിതമായി ഓരോ ഭാഷാഭേദം ഉണ്ടാക്കി വെച്ചതുകൊണ്ട് നമ്മുടെ ബോധം അതിൽ കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ വിശ്വഭാഷ കിളിക്കും മനസ്സിലാവുന്ന, ചെടിക്കും മനസ്സിലാവുന്ന വിശ്വഭാഷ, അതിൻ്റെ പ്രസ്താരമായ സംഗീത ഭാഷ, അത് എല്ലാവർക്കും പിടികിട്ടും. അതുകൊണ്ടും കൂടിയാണ് കിഹോത്തെ കാണാൻ സ്പെയിനിൽ എത്ര 5000 പേര് 2000 പേര് ഒറ്റ വേദി തടിച്ചു കൂടുന്നു. കേരളത്തിൽ ഫുഡ് കോർട്ട് ഉണ്ടെന്ന് പറഞ്ഞാലേ ഇത്ര ആൾ കൂടും. കഥകളിയും ഫുഡ് കോർട്ടും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഫുഡ് കോർട്ട് പ്രിയമാണ് ഇപ്പോൾ. പക്ഷെ അവിടെ ഇങ്ങനല്ല. അത് വിശ്വഭാഷയുടെ പ്രത്യേകതയാണ്. ഞാൻ പെട്ടെന്ന് ആലോചിക്കുകയാണ്, അംഗികം ഭുവനം യസ്യ വാചികം യസ്യ വാങ്മയം ആഹാര്യം ചന്ദ്രതാരാദി തന്നുമ സാത്വികം ശിവം. എല്ലാവർക്കും അറിയാം. അഭിനയദർപ്പണം, നന്ദികേശ്വരൻ. ഞാൻ ഈ നന്ദികേശ്വരനെ കണ്ടപ്പോൾ, അദ്ദേഹത്തിൻ്റെ ഭരതാർണവം എന്ന പുസ്തകം കണ്ടപ്പോൾ പെട്ടെന്ന് ഇത് മുമ്പ് ഇരുന്നപ്പോൾ ഓർമ്മ വന്നതാണ്. ഇത് അഭിനയദർപ്പണത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ അഭിനയദർപ്പണത്തിൽ ഭുവനം തന്നെയാണ് അംഗികം. ഭുവനം വ്യാപിക്കുന്ന ആകാശം. ആ വ്യാപ്തി ആംഗികം ആണ്. വാചികം യസ്യ വാങ്മയം. ആരുടെ വാങ്മയമാണോ വാചികാഭിനയം. പ്രപഞ്ചത്തിൽ എല്ലാ പ്രകാരത്തിലും വാഗഭിനയമുണ്ട്. ചെടി അനങ്ങുമ്പോൾ, പുഴയൊഴുകുമ്പോൾ, കാറ്റ് വീശുമ്പോൾ എല്ലാം വചിക്കുകയാണ്. തവളകളുടെ ക്രേങ്കാരം പോലും മന്ത്രമാണ് എന്ന് ഋഗ്വേദത്തിൽ പറയുന്നുണ്ട്. അതിനെപ്പോലും മന്ത്രമായിട്ടാണ് കണക്ക്. അത് ജപിക്കുന്ന കേട്ടാ മന്ത്രം ജപിക്കുന്നു തോന്നുന്നു. അതാണ് കാര്യം. അപ്പോ ഈ പ്രകൃതിയിൽ നാദത്തിലൂടെ അഭിനയിക്കുകയും പ്രകാശത്തിലൂടെ, ചലനങ്ങളിലൂടെ ആംഗിക ഭാവം കാണിക്കുകയും സാത്വിക ചന്ദ്രതാരാദി അതിൽ കൂടെ ഭിന്നഭാവങ്ങളെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ആഹാര്യം ചന്ദ്രതാരാദി. ആ വിശ്വപുരുഷൻ വിശ്വനടനാണെങ്കിൽ, സാത്വികനായ ശിവൻ വിശ്വനടനാണെങ്കിൽ, മതം ഇവിടെ പ്രസക്തമല്ല. ഇതെഴുതിയ കാലത്ത് മതമില്ലായിരുന്നു തോന്നുന്നു. പ്രപഞ്ചപുരുഷനെ കാണുക മാത്രം. അപ്പോൾ അദ്ദേഹത്തിലെല്ലാം ഉണ്ട്. വിശ്വപുരുഷനെ ഏത് ഭാഷയായിട്ട് വിളിച്ചാലും എല്ലാം ഉണ്ട്. അദ്ദേഹത്തിൽ നിന്ന് വന്ന വാക്കിൽ ഇതെല്ലാം ഉണ്ട്. വാക്ക് തന്നെയാണ് നർത്തകൻ. ഓരോ വർണ്ണവും ചേർന്ന് പല നർത്തനം ആടുന്നു. വാക്കിൻ്റെ മാത്രാഭേദങ്ങളുടെ സഞ്ചാരത്തിലൂടെ സംഗീതവും നൃത്തവും എല്ലാം ഒരുമിച്ച് നടക്കുന്നു. പ്രപഞ്ച നടനം അതാണ്. ബ്രഹ്മാ താളധരവും ഹരിശ്ചപടകി വീണാകരവും ഭാസ്കരവും എന്നിങ്ങനെ അതിനെക്കുറിച്ചൊരു ശ്ലോകമുണ്ട്. 2-3 ഉണ്ട്. പ്രപഞ്ചം തന്നെയാണ് സംഗീതം. പ്രപഞ്ച സംഗീതത്തിൻ്റെ ഈ ഒഴുക്ക് അല്ലെങ്കിൽ നിതാന്ത നടനം, തിരുമൂലർ തിരുമന്ദിരം 3000 പറയുന്ന ആ നടനം, കൊട്ടിച്ചേതമൊക്കെ അതിൽ വരുന്നതാണ്.
നമ്മുടെ കൂടിയാട്ടത്തിലെ കൊട്ടിച്ചേതൊക്കെ വിശ്വനടനത്തിൻ്റെ ഈ ഭൂമിയിലെ അവതാരങ്ങളാണ്. അപ്പം അത് വചനത്തിലുണ്ട്. ആദ്യം അതടങ്ങുന്നത് വചനത്തിലാണ്. പ്രപഞ്ചം നമ്മുടെ കാഴ്ചകൾ അനുസരിച്ചും പുതിയ ശാസ്ത്രത്തിൻ്റെ അന്വേഷണത്തിൻ്റെ നിഗമനങ്ങൾ അനുസരിച്ചും ആദ്യം ബിഗ് ബാങ് തന്നെ ആയിരിക്കും. ശബ്ദത്തിലാണ്. അതിൽ നിന്നാണ് ശരിക്കും പ്രജാപതിരേവ ആസീത് തസ്യ വാക് ബഭൂവ തസ്യ മൈഥുനം സംഭവത്. ആരണ്യകം പറയുന്നത് അങ്ങനെയാണ്. പ്രജാപതി എന്നൊറ്റയാളെ ഉണ്ടായിരുന്നുള്ളൂ. ആ പ്രജാപതിയിൽ നിന്ന് തനിയെ വാഗ് ആവിർഭവിച്ചു. ആ പ്രജാപതിക്കും വാക് എന്ന സന്തതിക്കുമായി മൈഥുനം സംഭവിച്ചു. അവ വീണ്ടും സംഗമിച്ചു എന്നർത്ഥം. അതാണ് മൈഥുനം എന്ന് പറഞ്ഞത്. അതിൽ നിന്നാണ് വാക്കിൻ്റെ ഒഴുക്ക്, പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തി, എല്ലാം ബാക്കിയെല്ലാം ഉണ്ടാകുന്നത്. ആ ഏകത്തിൽ നിന്ന് ഒന്നുകൂടെ ഉണ്ടായി, പിന്നെ അത് വീണ്ടും ചേർന്ന് പുതിയ പുതിയ പലതായി തിരിഞ്ഞു. അങ്ങനെ വിവർത്തമായി. ഒന്നായിരുന്നത് പലതായി, പല വർണ്ണങ്ങളായി. അപ്പോ പല വർണ്ണങ്ങളാകുന്നു, പല തരങ്ങളാകുന്നു, കാഴ്ചകളാകുന്നു, കേൾവികളാകുന്നു, മണങ്ങളാകുന്നു, തൊടിയിലാകുന്നു, താളമാകുന്നു. ഇതെല്ലാം പല രസങ്ങളാകുന്നു. ഈ പഞ്ചേന്ദ്രിയങ്ങളും അതിലേക്ക് പിന്നെ ഉണ്ടാവുന്നു. ഈ വചനം ഉണ്ടായത് പ്രജാപതിയിൽ നിന്നുണ്ടായ ഇത് രണ്ടുമായിട്ട് സംഗമിച്ചതുകൊണ്ടാണ്. വാക്ക് എന്ന ശബ്ദസ്വരൂപവും പ്രജാപതിയുമായി സംഗമിച്ച് പിന്നീടുണ്ടായത്. അതുകൊണ്ട് പ്രജാപതിയിൽ നിന്നുണ്ടായ വാക്ക് എന്ന ശബ്ദസ്വരൂപത്തിനെ പ്രജാപതിയുടെ പത്നിയായി കൽപ്പിച്ചു. എന്നിട്ട് പിൽക്കാലത്തുള്ളവർ ബ്രഹ്മാവിൻ്റെ പത്നി സരസ്വതി എന്നൊക്കെ പറഞ്ഞു. അയ്യേ, മോളെ കല്യാണം കഴിച്ചവൻ എന്ന് നമ്മൾ കൽപ്പിക്കുകയും ചെയ്തു. ഇതൊരു അപാരമായ പ്രപഞ്ച പരിണതിയുടെ കഥയാണ്, സംഭവമാണ്. ഇതിങ്ങനെ കൽപ്പിച്ചു. പക്ഷേ ഞാൻ ഒന്നുന്ന അതിലാണ്, ഈ വാക്ക് എന്ന സ്വരൂപത്തിൽ. വാക്കിൽ സർവം അടങ്ങുന്നു. വാക്കിൽ രൂപമടങ്ങുന്നു, നാദമടങ്ങുന്നു, സ്പർശമടങ്ങുന്നു, ഗന്ധമടങ്ങുന്നു, രസവും അടങ്ങുന്നു. വാഗ്ഗേ സർവസ്യ കാരണം. ഭരതൻ നാട്യശാസ്ത്രത്തിൽ പറഞ്ഞാണ് വാചി യത്നസ്തു കർത്തവ്യോ വാഗ്ഗേ സർവസ്യ കാരണം. വാക്കത്രേ സർവകാരണം. മലയാളത്തിൽ പറഞ്ഞാൽ വാക്കിൽ പ്രയത്നം ചെയ്യണം. വാക്കത്രേ സർവകാരണം. ആ വാക്കിനുള്ളിലിരിക്കുന്നു എല്ലാം. ആ വാക്കിലൂടെ ധ്വനിപ്പിക്കുന്നതിനെ, വചനത്തിലൂടെ ധ്വനിപ്പിക്കുന്നതിനെ, വചനത്തിൻ്റെ രംഗപ്രയോഗത്തിലൂടെ ഫലിപ്പിക്കുക അനുഗ്രഹീതരായ നടന്മാർക്കു കഴിയും എന്ന് നമ്മുടെ മലയാള നാട്ടിലെ ഈ കഥകളി കൂടിയാട്ടം വിദഗ്ധന്മാർ കാണിച്ചു തന്നു. മറ്റാരും ഇത്രത്തോളം കാണിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റു നടന്മാരൊന്നും കേരളത്തിലെ ഈ നടന്മാരെ പോലെ വാക്കിൻ്റെ അന്തർഭാവങ്ങളെ കൂടുതൽ കൂടുതൽ വിടർത്തി അകത്തേക്ക് കൊണ്ടുപോവുക എന്ന കർമ്മം ചെയ്തിട്ടില്ല. ഒരു കോശത്തിനെ പരിശോധിച്ചാൽ അതിൻ്റെ അകത്ത് പലതരത്തിലുള്ള പിന്നെയും അംശങ്ങൾ കാണാം. അതിനകത്ത് വിടർത്തിയാൽ പിന്നെയും പ്രപഞ്ചങ്ങൾ വിടർത്തി അകത്തോട്ട് പോകാം. അതേപോലെ ഒരു വാക്കിൻ്റെ അകത്ത് കയറി വിടർത്തി പുതിയ ലോകങ്ങൾ വിടർത്തി അതിനകത്തെ ധ്വനികളെ മുഴുവൻ പുതിയ ലോകങ്ങളാക്കി കാണിച്ചു തരുന്ന അഭിനയ സമ്പ്രദായം കൂടിയാട്ടത്തിന്, അല്ലേ? ഞാൻ അത് മനസ്സിലാക്കിയത് ഇദ്ദേഹത്തിൻ്റെ കൂടെ അടൂർ സാറും ഒക്കെ കൂടെ വലിയ ശാലപ്പോയി കൂടിയാട്ടം കാണാനിരുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനും മനസ്സിലാക്കില്ല. എനിക്കപ്പം തോന്നി. അപ്പോൾ കവിത എന്ന് പറയുന്നത് ഈ നാട്യ സാഹിത്യത്തിൻ്റെ കവിത എന്ന് പറയുന്നത് അതിനകത്തെ ഭാവലോകവും അതിനകത്തെ കർമ്മലോകവും വ്യാപാര ലോകവും ഭാവസഞ്ചാര ലോകവുമാണ്. അതിൻ്റെ അഭിനയത്തെ കാട്ടിത്തരിക എന്നത് സാധാരണ ഒരു കഥകളി കർത്താവിന് സാധിച്ചു എന്ന് വരില്ല. സാധിക്കാൻ ബുദ്ധിമുട്ടാണ്.
കാരണം നമ്മുടെ സാമ്പ്രദായികമായ കഥകളിലൊക്കെ അഭിനയത്തിന്, രംഗപ്രയോഗത്തിന് പ്രാധാന്യമുണ്ട്, കാവ്യത്തിന് പ്രാധാന്യം കുറവാണ്. കാവ്യാർത്ഥത്തിന് പ്രാധാന്യം പ്രായണ കുറവാണ്. ഈ സൂക്തിരി പാപാപ എന്നൊക്കെ ഒറ്റത്ത് തമ്പുരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്രത്തോളം സൂക്തി, സുലളിത പദവിന്യാസ, രുചിരാലങ്കാര ശാലിനി മധുര, അല്ലേ? അതെ അതെ, വിജയനെ പ്രാപിച്ചില്ല ഉർവശി എന്ന പോലെ. വാക്ക് വെറും ഉർവശിയല്ല, വാക്ക് മഹാദേവതയാണ്, ശരിക്കും ഉർവശിയുമാണ്. അതിനെ ഏത് വിധത്തിൽ സംഗ്രഹിച്ച് ജനിപ്പിച്ചിരിക്കുന്നു ഉണ്ണായി വാര്യർ എന്ന് കഷ്ടിച്ചൊന്ന് തൊട്ട് ഉപ്പ് നോക്കാൻ ഇത്രം കഴിഞ്ഞവരിൽ ഒരാളാണ് ഞാൻ നേരെ അറിഞ്ഞിട്ടില്ല. എങ്കിലും ഇത് പഠിപ്പിക്കുമ്പോൾ ഇതിൻ്റെ വാക്കും സംഗീതവും, അതായത് ഭാഷയുടെ ശബ്ദത്തിൻ്റെ ബാഹ്യരൂപവും അതിൻ്റെ ആത്മരൂപമായ സംഗീതവും ഒന്നായിരിക്കുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാവരും കവിതയിലെ ഭാഷയെ കാണുന്നത് മൃതമായ ശരീരമായിട്ടാണ്. അതിനെ പിന്നെ സംഗീതം ചെയ്യുന്നത് വേറെയാണ്. സംഗീതം വേറെ, വാക്ക് വേറെ, അതിൻ്റെ അർത്ഥം വേറെ എന്ന് വിചാരിക്കും. അവിടെയാണ് ഭാരതീയ വൃത്തിയും കൈശികി വൃത്തിയും തമ്മിലുള്ള ആ ചേരുവ നമ്മൾ കാണുന്നത്. കൈശികി എന്നത് വാക്കിൻ്റെ നടനം കൂടെയാണ്. വാക്കിന് തന്നെ ഈ 4 വൃത്തിയും ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഭാരതിയും സാത്വതിയും ആരഭടിയും കൈശികയും. വാക്കിന് തന്നെ ഈ വൃത്തികൾ 4 ആ വാക്കിൻ്റെ ഇതേ ഭാവവൃത്തികൾ നമ്മുടെ സ്ഥാനവിശേഷങ്ങളിലൂടെയാണ് വരുത്തുന്നത്. നല്ല സംഗീതജ്ഞൻ, ഭാവജ്ഞനായ സംഗീതജ്ഞൻ സ്ഥാനങ്ങളിലൂടെ, സ്ഥാനങ്ങളുടെ വിന്യാസത്തിൽ കൂടെ അത് പ്രകടിപ്പിക്കും. നല്ല പാട്ടുകാരന് ഭാവമാണ് പ്രധാനം, രാഗവിസ്താരമല്ല. ആ ഭാവത്തെ അനുഭവിപ്പിക്കും എന്ന് പലരും പാടി ഞാൻ കേട്ടിട്ടുണ്ട്. എമ്പ്രാന്തിരിയും മറ്റൊക്കെ പാടുന്ന ഞാൻ കേട്ട് ഇരുന്നിട്ടുണ്ട് പലരും. അതിലൂടെയാണ് വാക്കിൻ്റെ അന്തർവർണം, അകത്തെ വർണ്ണം നമുക്ക് മനസ്സിലാവുന്നത്. ഈ നിറം പാടുക എന്നൊരു എണ്ണം പറഞ്ഞു അദ്ദേഹം. വാക്കിന് തന്നെ ശരിക്കും ആംഗികവും വാചികവും സാത്വികവും ആഹാര്യവുമായ അഭിനയമുണ്ട്. കഥകളിയിൽ നിന്നാണ് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത്. നൃത്തത്തിൽ ഇത് മനസ്സിലാക്കാൻ എളുപ്പമല്ല. കഥകളിയിൽ അത് എളുപ്പം മനസ്സിലാവും. വാക്കിൽ ആംഗികാഭിനയമുണ്ട്, വാക്കിൽ തന്നെ സാത്വികാഭിനയമുണ്ട്, വാക്കിൽ തന്നെ ആഹാര്യാഭിനയമുണ്ട്, വാക്കിൽ തന്നെ വാചികാഭിനയമുണ്ട്. അതായത് ഞാൻ ഒരു കവിതയിൽ ഇങ്ങനെ എഴുതിയതാണ്, ഇപ്പൊ പെട്ടെന്ന് ഓർക്കുന്ന, വാക്ക് മണക്കുന്നിനിക്കുന്നു, വാക്കെന്നെ നോക്കി ചിരിക്കാൻ വിളക്ക് കത്തിക്കുന്നു, കിക്കിളിയാക്കുന്നു, നാദമായി വന്ന് എന്നെ അക്കരെ കൊണ്ടുപോകുന്നു. വാക്കിൽ കൂടെ നമുക്ക് മണം അനുഭവിക്കാം, വാക്കിൽ കൂടെ മധുരം. നെയ്യാറ്റിൻകരക്കാരി ഇനിപ്പ് എന്ന് പറയും, ഇനിയ നമ്മൾ പറയുമല്ലോ, മധുരം അനുഭവിക്കാം. വാക്കിൽ കൂടെ അഗ്നിയെ അനുഭവിക്കാം. അഗ്നിയാണ് പ്രകാശം, വിളക്കാവുന്നത്. എന്നെ നോക്കി ചിരിക്കാൻ, ചിരി പോലും ആഗ്നേയമാണ്. ആ ചിരിക്കാൻ വിളക്ക് കത്തിക്കുന്നു, കിക്കിളിയാക്കുന്നു. താളമാണ് കിക്കിളി. അത് നമ്മുടെ ത്വക്കിൻ്റെ അനുഭവമാണ്. നാദമായി വന്ന് എന്നെ അക്കരെ കൊണ്ടുപോകുന്നു. അവാച്യമേഖലകളിലേക്ക് നമ്മളെ നയിക്കുന്നത് അപ്പോഴും നാദരൂപമാണ്. മറ്റേതെല്ലാം ഭൂമിയോട് കൂടുതൽ അടുത്ത അനുഭവങ്ങളാണ്. മധുരം,
അല്ലെങ്കിൽ കാതിൻ്റെ മാധുരി, നല്ല ഗന്ധം, നല്ല രുചി. ഇതൊക്കെ രുചി പ്രത്യേകിച്ചും ഭൗമമാണ്, പാർത്ഥിവമാണ്. ശരിക്കും ജലത്തിലുള്ളതാണ് രുചി. അതായത് രസം എന്ന് പറയുന്നതാണ് രുചി, നാവിനെ രസിപ്പിക്കുന്നതാണ്. പക്ഷേ മണം പൂർണ്ണമായും പാർത്ഥിവമാണ്. പക്ഷേ ഒരു വാക്ക് നമ്മളെ മണം അനുഭവിപ്പിക്കാൻ സമർത്ഥമാണ്. ആ ഒരു വാക്ക് തന്നെ വേറൊരു രീതിയിൽ പ്രയോഗിച്ചാൽ തിളക്കം തരും. നമുക്കറിയാം, ഓരോ ശബ്ദവർണ്ണവും ഓരോ പഞ്ചഭൂതത്തിന്റെ ഗുണം ചേർന്നതാണ്. ഇപ്പൊ ല എന്ന് പറയുന്നതിന്റെ ഗുണമല്ല വ എന്നതിന്, ഹ എന്നതിന്, അല്ലെങ്കിൽ ര എന്നതിന്. ര എന്ന് പറയുമ്പോൾ ആഗ്നേയ വർണ്ണമാണ്. രേഭം, അത് അഗ്നി ജ്വലിപ്പിക്കാൻ കൊള്ളാം. ഇതുപോലുള്ള എല്ലാ ഗുണങ്ങളും മനസ്സിലുണ്ടാക്കുന്നതാണ് ഭാഷ. ഈ ഭാഷയുടെ ശരിയായ ചേരുവ നല്ല കവിയിൽ അറിയാതെ വരികയും അത് നന്നായി പ്രയോഗിക്കുന്നവൻ നല്ല രീതിയിൽ ഉച്ചരിക്കുകയും ചെയ്യുമ്പോൾ ശ്രോതാവിലും ഇതേ അനുഭവങ്ങൾ ഉണ്ടാവും, അഭിനേതാവിലും അതേ അഭിനയം ഉണ്ടാവും. അതാണ് പ്രധാനവും. അത് കേൾക്കുമ്പോൾ നമുക്ക് ഈ അനുഭവം ഉണ്ടാവും. നല്ല വാക്ക് നന്നായി പ്രയോഗിക്കുമ്പോൾ അത് മന്ത്രശക്തി പോലെ നമ്മളിൽ തന്നെ ചലനങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ ചലനം ഉണ്ടാക്കാൻ തക്ക ഭാഷ എഴുതുന്ന കവി ഇവയെല്ലാം സ്വരുക്കൂട്ടി എഴുതാൻ അറിയാതെ കഴിയുന്ന കവി, താനറിയാതെ കഴിയുന്ന കവി ഇതിലൂടെ പിൽക്കാലത്ത് സർവർക്കും ഇതേ അനുഭവങ്ങൾ തന്നുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള അനുഭവമാണ് നമ്മുടെ ഉണ്ണായി വാര്യരുടെ കൃതികളിൽ എന്ന് എനിക്ക് പല രീതിയിൽ തോന്നിയിട്ടുണ്ട്. കാരണമുണ്ട്, അങ്ങനെ പറയാൻ കാരണമുണ്ട്. ശബ്ദം, വർണ്ണം എന്ന് പറയപ്പെടുന്ന അക്ഷരങ്ങൾ ചേർന്ന് ഫോണീം എന്ന് ഇംഗ്ലീഷിൽ പറയും. ഫോൺ അവന് ശബ്ദമാണ്, നമുക്കത് വർണ്ണവുമാണ്. സ്വനം മാത്രമല്ല, സ്വനിമം എന്ന് പറയുന്ന മാത്രമല്ല, സ്വനം നദിക്കുന്ന ശബ്ദമാണ്, സഞ്ചരിക്കുന്ന ശബ്ദമാണ്. പക്ഷെ വർണ്ണം എന്ന് പറഞ്ഞാൽ അതിനൊരു തിളക്കമുണ്ട്, നിറം തന്നെയാണ്. വർണ്ണം എന്ന് പറഞ്ഞാൽ എന്താണോ പൊതിഞ്ഞു പിടിക്കുന്നത് അതാണ് വർണ്ണം. വൃണതയെ പൊതിയുന്നു, അകത്തെ ഭാവത്തെ പുറത്തെ സ്വനം കൊണ്ട് പൊതിഞ്ഞു വയ്ക്കുന്നതാണ് വർണ്ണം എന്നർത്ഥം. ശബ്ദം കൊണ്ട് പൊതിയാനൊക്കുമോ? പറ്റും. എന്നൊരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് മനസ്സിലാകും. ചെറിയ എന്ന് പറയുന്നല്ല, ഈ ശബ്ദത്തിന്റെ താനവിശേഷം കൊണ്ട് എന്ന് പറയുന്നതല്ല. ഓരോ ശബ്ദത്തിന്റെ ഊന്നലിന്, താനത്തിന് അർത്ഥമുണ്ട്. ആ അർത്ഥം പറഞ്ഞു കൊടുക്കാതെ കൊച്ചുകുട്ടിക്ക് മനസ്സിലാവും. ഒരു കൊച്ചുകുട്ടി എഴഞ്ഞു കൊണ്ട് എന്ന് പറഞ്ഞ കുട്ടി ഉടനെ നിൽക്കും. നമുക്കറിയാം. ഇതിന് എഴുതിയൊന്നും നമ്മൾ കൊടുത്തില്ല. വായിച്ചു നോക്ക്, കുഞ്ഞെ അങ്ങോട്ട് പോകരുത്, വീണു പോകും എന്ന് നമ്മൾ എഴുതി കൊടുത്തില്ല. കുഞ്ഞ് ഈ ഒന്നിലാണ് പുറകോട്ട് പിടിക്കുന്നത്. ഈ ഭാഷയാണ് ഞാൻ യൂണിവേഴ്സൽ ഭാഷ എന്ന് പറഞ്ഞത്. ഈ സ്ഥാനവിശേഷം കൊണ്ട് വചിക്കാൻ ഉദ്ദേശിക്കുന്ന സംഗതിയെ പൊതിഞ്ഞു വയ്ക്കുന്നു. അതുകൊണ്ടാണ് അതിനെ വർണ്ണം എന്ന് പറയുന്നത്. എഴുതി വച്ചാൽ വർണ്ണമാവില്ല, ഉച്ചരിച്ചാലേ വർണ്ണമാവൂ. തന്നെ അങ്ങനെയല്ലേ? എഴുതി വെച്ചാൽ അത് വർണ്ണമാവില്ല, അത് ചത്തിരിക്കും. പക്ഷെ ഉച്ചരിക്കേണ്ട രീതിയിൽ ഉച്ചരിക്കുമ്പോൾ അത് അതിൻ്റെതായ ശക്തി കാണിക്കും.
അത് നമുക്കെല്ലാവർക്കും പല പല ഉദാഹരണങ്ങൾ കൊണ്ടറിയാം. തീർച്ചയായിട്ടും അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. രജനീഷൊക്കെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉത്തരേന്ത്യയിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അയാൾ ഹീലിംഗ് പവറുള്ള ആളാണ്, ഇങ്ങനെ മന്ത്രം പറഞ്ഞൊക്കെ ശരിയാക്കുമെന്ന് പറഞ്ഞു. ഒരുത്തൻ അവിടെ പോയിട്ട് ഇയാളുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല, നിങ്ങൾ ഈ മന്ത്രം കൊണ്ടൊക്കെ പറയും ശരിയാക്കും എന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇയാൾ ചാടി എഴുന്നേറ്റ് ചൂടായി. അവൻ പെട്ടെന്ന് പുറത്തിറങ്ങി. പിന്നെ അങ്ങനെ തിരിച്ചു വിളിച്ചു. ഞാൻ പറഞ്ഞപ്പോൾ ഇറങ്ങിപ്പോയത് അത് ഞാൻ പറഞ്ഞു അത് തന്നെ മന്ത്രം. ശബ്ദത്തിൻ്റെ വിലയാണ്, ശബ്ദത്തിൻ്റെ സംഗീതമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഈ ശബ്ദസംഗീതത്തിൻ്റെ കല ലോകത്തെല്ലായിടത്തും ഉണ്ട്. പക്ഷെ കവിതയിൽ അകമേ വയ്ക്കുന്നു. അകമേ വയ്ക്കുന്ന സംഗീതം, വാക്സംഗീതം, ആ സംഗീതം നമ്മെ ഏത് രീതിയിൽ അനുഭവിപ്പിക്കുന്നു എന്നതിന് പ്രാധാന്യമുണ്ട്. ആ അനുഭവം സ്ഥൂലമായിട്ടും തരാം, സൂക്ഷ്മമായിട്ടും തരാം. സൂക്ഷ്മാനുഭവം നല്ല അവധാനതയോടുകൂടിയുള്ള ശ്രവണത്തിലാണ്, അകത്തേക്ക് കയറും. സ്ഥൂലാനുഭവം കയ്യാങ്ക്യം കാണിക്കുന്നതും മുഖഭാവം കാണിക്കുന്നതും വേഷം കാണിക്കുന്നതും ഒക്കെ കണ്ടിട്ടാണ്. വേഷം കണ്ടാൽ കൃത്യമായിട്ട് നമുക്ക് ചിലത് മനസ്സിലാവും, ചലനം കൊണ്ട് മനസ്സിലാവും. ആ ചലനം ഏത് സാഹചര്യത്തിനനുസരിച്ചാണ് ഉണ്ടാക്കുന്നത് എന്ന് എഴുതി വച്ചിരിക്കുന്ന ആളിൻ്റെ വാക്കിൽ നിന്ന് ഗ്രഹിച്ചിട്ട് അതിനെ സ്വനപ്പെടുത്തുമെങ്കിൽ കൂടുതൽ നന്നാവും എന്നെനിക്ക് തോന്നുന്നു. വരുന്നതല്ല, ഇവിടെ ഈ നളചരിതത്തിന് ചില ഭാഗമുണ്ട്. ഞാൻ അപ്രഗത്ഭമായിട്ടെങ്കിലും ഒന്ന് നോക്കാം. ഞാൻ ഇക്കാര്യത്തിൽ വലിയ മിടുക്കനൊന്നും അല്ല. പുന്നാഗരാളിയിൽ തോഴിമാരും ദമയന്തിയും തോഴിമാരും പുന്നാഗവരാളിയിലാണ്. ശാരിയാണ് അത്. കഥകളി സംഗീതജ്ഞർ പാടുന്നത് ഒരു രീതിയിൽ, പുന്നാഗവരാളി പല രീതിയിൽ പാടാം എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവരും ഓരോ വഴി സ്വീകരിക്കും. പക്ഷെ ആ രാഗമല്ല ഞാൻ എടുക്കുന്നത്, അതിൻ്റെ ക്രമമാണ്. ഇത് കുണ്ടിനപുരിയിൽ ദമയന്തിയുടെ അടുത്ത് നിൽക്കുന്ന തോഴിമാർ എങ്ങനെ അവതരിപ്പിച്ചു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ആ കാലത്തേക്ക് പോകണം. ചിലപ്പോൾ നമുക്ക് അവതരിപ്പിക്കുന്ന രീതി തോന്നാം. പക്ഷെ ഇത് എഴുതിയ ആള് ഇവിടെ ഇരിങ്ങാലക്കുട തൊട്ട് തിരുവനന്തപുരം വരെയുള്ള എവിടെയോ ഒരു സ്ഥലത്ത് നിൽക്കുന്ന തോഴിമാരെ കൂടെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലത്തെ തോഴിമാരെയൊക്കെ. പൂമകനും തോഴിമാരും പൂമകരും മൊഴിമാതും ഭൂമി ദേവി താനും. മനസ്സിലായല്ലോ ഇതെവിടുന്ന് വന്നു? ഇത് ഒരു ശരിക്കും പറഞ്ഞാൽ കുറത്തി ചിന്തിപ്പെട്ടതാണ്. തമിഴകത്തെ കുറത്തി ചിന്ത് കൃത്യമായിട്ട് ഈ വരി എടുത്തു വെച്ച് പാടിയാൽ മറ്റേത് കുറച്ചുകൂടെ ക്ലേശിക്കും. മറ്റ് രാഗത്തിൽ വേറെ രീതി ഇടാൻ നന്നായിട്ട് പാടും. പക്ഷേ ഇത് നാട്ടും പുറത്തുള്ള ഒരു സാധാരണക്കാരന് മുമ്പിൽ ഇതായിരിക്കും യോജിക്കുക. പൂമകനും മൊഴിമാതും ഭൂമി ദേവി താനും കാർമുകിലോളി വർണ്ണനം പൂമാതും ജയിക്ക. ഇതങ്ങനെയും പ്രയോഗിക്കാം, ഇങ്ങനെയും പ്രയോഗിക്കാം ചൊല്ലുമ്പോൾ. പക്ഷെ ഈ വഴിക്ക് പ്രയോഗിക്കുമ്പോൾ ഇത്തരമൊരു പരിതോവസ്ഥ കൂടെ കണ്ണിത്തെളിയും.
അത്തരം ആളുകൾക്കും അത് ആസ്വാദ്യമാവും. അത്തരമൊരു അഭിനയത്തിനും കൂടെ സാധ്യതയുണ്ട്. ഒരേ വചനം കൊണ്ട് ഒരുപാട് രംഗങ്ങൾ ഉദിപ്പിക്കുക, ഒരേ വചനം കൊണ്ട് ഒരുപാട് സ്വഭാവങ്ങൾ ഉദിപ്പിക്കുക എന്നതിൻ്റെ ദുർബലമായ ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞത്. വളരെ ദുർബലം. എന്നാൽ അടുത്ത് നോക്കാം, വേറെ ഈ പോക പൂങ്കാവിലെന്ന് പുതുമധുവചനെ പറയുന്നില്ല. ഇനി അടുത്ത് നോക്കണം, ദ്വിജാവന്തി പറഞ്ഞിരിക്കുന്ന ഒരെണ്ണമാണ് ആഹരി. പക്ഷെ ഞാൻ അതിനെ വേറൊരു രീതിയിലും കൂടെ കണ്ടു. എങ്ങനെ ഒരു യൗവനം വന്നുദിച്ചിട്ടും ചെറുപ്പം ചെറുതാവാത്ത ഒരു പെണ്ണ് എങ്ങനെ തോഴിമാരോടൊത്ത് ഒരു പുതിയ സന്ദർഭത്തിൽ പ്രവർത്തിക്കും എന്ന് ഞാൻ എൻ്റെ നാടൻ കണ്ണുകൊണ്ടും കൂടെ നോക്കി. ഞാനത് ക്ലാസ്സിൽ പിള്ളേരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മുമ്പ്. ഇത് കേൾപ്പിക്കാം. ഞാൻ തെക്കൻ കൂടെ ആയതുകൊണ്ട് ആ തെക്കൻ രീതി, അതിൻ്റെ സംഗീത രീതി എൻ്റെ പെട്ടെന്ന് കയറി ഇങ്ങനെ ഒന്ന് ആവേശിച്ചു. ഞാനിത് നെയ്യാറ്റിൻകര അമ്പലത്തിലും തിരുവനന്തപുരത്ത് പലയിടത്തും ദൃശ്യവേദിയിലും പല ഗായകന്മാർ പാടി വേറെ കേട്ടിട്ടുണ്ട്. എങ്കിലും എനിക്ക് ഇവനെ വിടാനൊക്കുന്നില്ല. ഉണ്ണായിവരുടെ ഈ ചൊവ്വനെ, അദ്ദേഹത്തിന് അവിടുമായിട്ട് എന്തോ ചെറിയ ആത്മബന്ധങ്ങൾ ഉണ്ടോ അറിയില്ല. പക്ഷേ കവിക്ക് ഏത് കാലദേശവുമായും ആത്മബന്ധം ഉണ്ടാവാം, ഉറപ്പാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. ചലതളി ശങ്കാരം ചെവികളിൽ അങ്കാരം, ആ ഭാഗം കഴിഞ്ഞിട്ട് നിങ്ങൾ കൊടി ഇറങ്ങി മണ്ണിലേ വരികയോ എന്നതും കഴിഞ്ഞ് ഒരരയെണ്ണം പറന്നു വന്നിറങ്ങുന്നത് കണ്ടിട്ട് പെട്ടെന്ന് ഒരു തുമ്പി തുള്ളൽ നടത്തുകയാണ് ദമയന്തി. അങ്ങ് തുള്ളുകയാണ്. അപ്പൊ അതെങ്ങനെ ഇരിക്കും? പല രീതിയിൽ ഇതിനെ രംഗത്ത് നടന്മാർ അവതരിപ്പിക്കാറുണ്ട്. അതിൽ ഒരു രീതിയാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് നാദം കൊണ്ട് ഏത് ഭാവം ഉദിപ്പിക്കാം, താളം കൊണ്ട് ഏത് തരത്തിലുള്ള ഒരു രംഗം സൃഷ്ടിക്കാം എന്നും കൂടെ ഉണ്ടെന്ന് കാണിക്കാനാണ് ഞാൻ ഈ കവിതയിലെ ബാഹ്യ സംഗീതം പറയുന്നത്. കണ്ടാലത്ര കൗതുകമുണ്ടിതിനെ, കണ്ടാലത്രയും കൗതുകമുണ്ടിതിനെ, പണ്ടു കണ്ടില്ല ഞാൻ ഏവം വിധം കേട്ടുമില്ല. ഈ മട്ട് എല്ലാവർക്കും അറിയാൻ തോന്നും. ബാക്കി വായിക്കാം. അറിയാമല്ലോ ഈ മട്ട് ഏതാണ്ട്. കണ്ടാലത്രയും കൗതുകമുണ്ടിതിനെ, പണ്ടു കണ്ടില്ല ഞാനേവം വിധം കേട്ടുമില്ല. സ്വർണവർണ്ണമരയണ്ണം മഞ്ജുനാദം, ഇത് നിർണയമെനിക്കിണങ്ങും എന്നു തോന്നും. തൊട്ടേനെ ഞാൻ കൈകൾ കൊണ്ട് തോഴിമാരെ, കൈക്കൽ കിട്ടുകിൽ നന്നായിരുന്നു കേളി ചെയ്യുവാൻ. എനിക്കിപ്പോ തൊട്ടേനെന്ന് എനിക്ക് തോന്നി. ഉണ്ട്, ഈ വാക്കിൽ അതിൻ്റെ അഭിനയമുണ്ട്. തൊട്ടേനേന്ന് തൊട്ടേനേന്ന് കൈകൾ കൊണ്ട്, ആ വാക്കിന്റെ അടുക്കെന്താ? തൊട്ടേനേ ഞാൻ എന്ന് പറയുന്നതിനേക്കാളും പെട്ടെന്ന് തൊട്ടേനെ ഞാൻ കൈകൾ കൊണ്ട് തോഴിമാരെ, കൈക്കൽ കിട്ടുകിൽ നന്നായിരുന്നു കേളി ചെയ്യുവാൻ. ക്രൂരനല്ല സാധുവത്രേ ചാരുരൂപൻ, നിങ്ങൾ ദൂരെ നിൽപ്പിൻ എന്നരയിലാരും വേണ്ട. അതിനകത്തുണ്ട്, നിങ്ങൾ ദൂരെ വന്നാൽ മതി, എൻ്റെ അടുത്ത് വരണ്ട എന്ന് പറയുന്നത് ഈ രീതിയിലും കൂടെ കൊണ്ടുവരാനൊക്കും. അതേസമയം ഒരു ഉദ്യാനത്തിൽ നിൽക്കുന്ന കളിപ്രായമുള്ള കുമാരിയായ പെണ്ണിൻ്റെ
ചെല്ലവും ചിങ്കാരവും ഇതിനകത്തുണ്ട് താനും. വാക്കുകളിൽ ഇങ്ങനെ നാടകം ഉണ്ടാക്കുക, വാക്കുകളിൽ നാടകം ഉണ്ടാക്കുക, അത് അപൂർവം നല്ല കവികൾക്ക് എപ്പോഴും സാധിക്കുന്നതാണ്. ഏത് തരത്തിലാണ് എന്ന് ചോദിച്ചാൽ എനിക്കും അറിഞ്ഞൂടാ. ഈ സിദ്ധി ചില കവികളിൽ, നമ്പ്യാരിലൊക്കെ ഉണ്ട്, എഴുത്തച്ഛനിലുണ്ട്, മലയാളികളിൽ ചെറുശ്ശേരിക്ക് വരെ ഉണ്ട്. തീർച്ചയായിട്ടും ഈ സിദ്ധി അഭിനയശാസ്ത്രം അകം കൊണ്ടറിയാമായിരുന്ന ഉണ്ണായി വാര്യർക്കുള്ളതുപോലെ ഇവർക്ക് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും അതിനിപ്പുറം കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് സി വി രാമൻപിള്ളയിലാണ്. സി വി രാമൻപിള്ള വചനം കൊണ്ട് മഹാനാടകങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇത് വ്യത്യസ്തമായ അനുഭവമായിട്ട് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ വചനങ്ങൾ ഏത് രീതിയിൽ നടമാടുന്നു, കാരണം ഓരോ വാക്കും ഓരോ നാട്യം സമയത്തിനനുസരിച്ച് നിർവഹിക്കുന്നതാണ്. അത് ഈ അപ്പയ്യ ദീക്ഷിതർ ശിവലീലാർണവത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത് വളരെ ശ്രദ്ധിക്കാനുള്ള കാര്യമാണ്. അവര് വെറുതെ സിദ്ധാന്തങ്ങൾ എഴുതി പിടിപ്പിക്കുകയല്ല, വാക്കുകളുടെ വിന്യാസ തലങ്ങൾ അറിഞ്ഞിട്ടാണ് ചിലത് ഗുംഭനം ചെയ്ത് എഴുതി വച്ചിരിക്കുന്നത്. അത് ശ്രദ്ധിക്കാവുന്നതാണ്. യാനേവ ശബ്ദാൻ വയം ഉല്ലിഖാമ, യാനേവ ച അർത്ഥാൻ വയം ആലപാമ, തൈരേവ വിന്യാസ വിശേഷ ഭവ്യൈ സമ്മോഹയന്തേ കവയോ ജഗന്തി. ഏതൊക്കെ ശബ്ദം വയം നമ്മൾ ഉല്ലേഖനം, യാനേവ ശബ്ദാൻ വയം ആലപാമ, ഏതൊക്കെ ശബ്ദം നമ്മൾ ആലപനം ചെയ്യുന്നുവോ, ആലപനം ഉച്ചരിക്കുന്നു, ആലപിക്കുക ഉച്ചരിക്കുകയാണ്. അപ്പോൾ ഈ ആലാപം എന്ന് പറഞ്ഞാൽ തന്നെ വാക്കിൻ്റെ ഉച്ചാരണമാണ്. ലപിതം എന്ന ഭാഷയുടെ പര്യായത്തിൽ നിന്നാണ് വരുന്നത്, ലപിതം ഭാഷിതം എന്നൊക്കെ പറയുന്നത്. അതില് യാനേവ ശബ്ദാൻ വയം ആലപാമ, നമ്മൾ ഏതൊക്കെ ശബ്ദം ആലപിക്കുന്നുവോ, യാനേവച അർത്ഥാൻ വയം ഉല്ലേഖാമ, നമ്മൾ ഏതേത് ശബ്ദങ്ങൾ അർത്ഥങ്ങൾ ഉല്ലേഖനം ചെയ്യുന്നുവോ അതെല്ലാം നമ്മൾ ഉച്ചരിക്കുന്ന ശബ്ദങ്ങൾ, നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥങ്ങൾ, ഇവ തന്നെയാണ് വിന്യാസ വിശേഷ ഭവ്യൈ. വിന്യാസ വിശേഷ ഭാവങ്ങൾ കൊണ്ട് നമ്മളെ മോഹിപ്പിക്കാൻ കവികൾ പ്രയോഗിക്കുന്നത്. ഇവരെന്നും വാക്കുകൾ വേറെ എടുത്തോണ്ട് വന്നതല്ല, പക്ഷെ ഈ വാക്കുകൾ എവിടെ എങ്ങനെ കുരുത്തു വയ്ക്കുന്നു അതിനനുസരിച്ച് അതിനകത്ത് നിന്ന് പുതിയ രംഗങ്ങൾ ഉണ്ടായി വരുന്നു. അതാണ് ഈ തൊട്ടേനെ ഞാൻ കൈകൾ കൊണ്ട് തോഴിമാരെ എന്ന പ്രയോഗം ആ വാക്കിലങ്ങ് വന്നത്. അതിൽ തന്നെ ഞാൻ ഇപ്പൊ തൊടും എന്നല്ല പറയുന്നത്. ഇതിനകത്ത് തൊട്ടേനെ ഞാൻ കൈകൾ കൊണ്ട് തോഴിമാരെ എന്ന് പറയുമ്പോൾ അവൻ ഓടിക്കളഞ്ഞു ഞാൻ തൊടാൻ പോകുമ്പോൾ എന്നല്ല, എന്ന് മാത്രമല്ല എൻ്റെ അർത്ഥം. അർത്ഥം മാറി വരുന്നത് നിങ്ങൾ ദൂരെ നിൽപ്പിൻ എന്ന് പറഞ്ഞ നിങ്ങൾ കൂടെ ഉള്ളതുകൊണ്ടാണ് അത് തൊടാൻ സമ്മതിക്കാത്തത് എന്നൊരർത്ഥം കൂടെ. അത് നല്ല നടൻ അതെടുത്ത് പ്രകടിപ്പിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഈ ചൊല്ലലിൽ നിന്ന് കിട്ടും. തൊട്ടേനെ ഞാൻ കൈകൾ കൊണ്ട് തോഴിമാരെ നിങ്ങൾ കൈക്കൽ കിട്ടുകിൽ നന്നായിരുന്നു കേളി ചെയ്യുവാൻ. ക്രൂരനല്ല സാധുവത്രേ ചാരുരൂപൻ നിങ്ങൾ ദൂരെ നിപ്പിൻ. ആ നിങ്ങൾ ദൂരെ നിപ്പിൻ എന്ന് പറയുന്ന അവൻ സാധുവാണ്, നിങ്ങളാണ് അതിനെ പേടിപ്പിക്കുന്നത് എന്നൊരർത്ഥമുണ്ട്. അപ്പൊ ഇതിനകത്തെ ഒരു പെണ്ണിന്റെ ഈ ഭാവങ്ങളെയും ഈ തോഴിമാരോടുള്ള പെരുമാറ്റങ്ങളെയും ഇത് കണ്ടിട്ടുള്ള അവൾക്കുണ്ടായ ഇളക്കങ്ങളെയും അവളുടെ ഉള്ളിലുള്ള
നിഗൂഢമായ പ്രണയഭാവത്തെയും ഇത് സൂചിപ്പിക്കുന്നുണ്ട്. അത് ഈ ഹംസം എന്ന് പറയുന്നത് തന്നെ ഒരു മാനസഭാവമാണ്, വേറൊന്നുമല്ല. ആ മാനസഭാവത്തെ ഒന്ന് തുറന്നെങ്കിൽ തോഴിമാര് മാറി നിൽക്കണം. അത് ശരിക്കും നമ്മുടെ പരമഹംസൻ വരെയുള്ള എല്ലാ ഹംസങ്ങളും മാനസഭാവങ്ങളാണ്. ഇത് വെറുതെ ഒരു അരയന്നം കൊക്ക് ഇറങ്ങി വന്നതല്ല. ഈ നളൻ എന്നവനിൽ നിന്ന് അവനെ കണ്ടിട്ട് അവിടുന്ന് പറഞ്ഞ് ഇവിടെ വരുന്ന ഹംസം എന്നത് നളനിൽ നിന്ന് പകർന്ന പ്രണയത്തിൻ്റെ ജ്വര, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മന്ദമായ വായുവാണ്. ആ ഭാവം അത് അനിരുദ്ധനെ സ്വപ്നം കണ്ട ഉഷയുടെ അവസ്ഥ പോലെയാണ്, മനസ്സിൻ്റെ ഒരവസ്ഥയാണ്. ആ ഹംസം, ഇതുപോലൊരു ഹംസം നളചരിതത്തിൻ്റെ അവസാനം വരുന്നുണ്ട് അല്ലേ? നളചരിതത്തിൻ്റെ അവസാനം ഒരു ഹംസം വരുന്നുണ്ട്. ഇതേ ഹംസത്തിൻ്റെ വേറൊരു ഭാവം, ഒരു ജ്ഞാനം കൊടുക്കാൻ വരുന്നുണ്ട്. അത് കേവലം അവിടുന്ന് പറഞ്ഞയച്ചൊന്നുമല്ല, ഇവരുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളോ ശബ്ദങ്ങളാണ്. അതാണ് ആ ഹംസത്തിൻ്റെ വരവ്. ഇവിടെ വരുന്ന ഹംസവും അതാണ്. ആ ഹംസം ഒരു പ്രണയഭാവം കൂടിയാണ്, അല്ലെങ്കിൽ പ്രണയ സന്ദേശമാണ്. അല്ലെങ്കിൽ ഖിന്നനായി ഞാനിരുന്നു, ഹംസം വരുന്നത് എന്നെ നീ മറന്നുവെന്ന് ഖിന്നനായി ഞാനിരുന്നു. കണ്ട, ഈ ശരിക്കുള്ള പ്രണയത്തിന്റെ വരവാണ് അവിടെ. പ്രണയം അല്ലെങ്കിൽ മനസ്സംഗത്തിന്റെ വരവാണ്. ഇത് ഒരു തരത്തിൽ സൈക്കോളജിക്കലായിട്ടുള്ള ഒരു കൃതിയാണ് നമ്മൾ വരുന്നത് മനസ്സിലാക്കുന്ന അങ്ങനെയാണ്. മനസ്സംഗം അത് കേവലം നമ്മൾ ഭൂമിയിൽ പറയുന്ന പ്രണയം ആയിക്കൊള്ളണമെന്നില്ല. നാരദീയ ഭക്തി സൂക്തം പറയുന്ന മാതിരി സാധു അസ്മിൻ പ്രേം അല്ലേ, പരമപ്രേമരൂപം പരാഭക്തി ഈശ്വരേ, അതും പ്രേമമാണ്. അത് അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ ആ ഭക്തരെയാണ് പരമഹംസൻ എന്ന് പറയുന്നത്. ഇവിടെ പറയുന്ന ഹംസം വാസ്തവത്തിൽ ഇവരുടെ മനസ്സിൻ്റെ സങ്കല്പത്തിൻ്റെ ആത്മീയ ഭാവമാണ്. അതാണ് എന്നെ നീ മറന്നുവെന്ന് ഖിന്നനായി ഞാനിരുന്നു. ആ പ്രണയം മറക്കൽ ഉള്ള ഒന്നാം തരം ഒരു വിഷയമാണ്. ശകുന്തളയെ മറന്ന ദുഷ്യന്തന്റെ വിഷയം പോലെ ഇവിടത്തെ പ്രണയം മറക്കലും ഒരുമിച്ച് ചേർന്നിട്ട് മറഞ്ഞത്. എവിടെ പോകുന്നു കാവ്യങ്ങൾ നോക്കാൻ നല്ല രസമാണ്. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയ രീതിയിലുള്ള വചോവിന്യാസം അത് ശരിക്കും ഉണ്ണായി വാര്യരെ പോലുള്ള കവികളിലെ കാണാൻ പറ്റും. ഞാൻ വേറെ കുറച്ച് അല്പം വട്ടുപോലെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് വേറെ ചിലതൊക്കെ. അത് മേഘദൂതം എന്ന കാവ്യത്തിലും അഭിജ്ഞാന ശാകുന്തളം എന്ന നാടകത്തിലുമാണ്. ആരും കാണാത്ത ഒരുപാട് അന്തർനാടകങ്ങൾ ഉള്ള ഒരു കൃതിയാണ് അഭിജ്ഞാന ശാകുന്തളം എന്ന് എനിക്ക് നന്നായി തോന്നിയിട്ടുണ്ട്. അതാണ് വലിയ കവികളുടെ സിദ്ധി. വെറുമൊരു പൈങ്കിളി കഥയാണ് എന്ന് തോന്നുന്ന കഥയ്ക്കുള്ളിൽ പ്രപഞ്ചധർമ്മം മുഴുവൻ നിറച്ചു വയ്ക്കുന്ന ഒരു വലിയ കാര്യം. അതിനകത്ത് മുഴുവൻ നാടകവുമുണ്ട്. അതേ നാടകീയതയുടെ സിദ്ധി പ്രയോഗിച്ചിട്ടുള്ള ഒരുപാട് ഭാഗങ്ങൾ നമ്മുടെ ഈ പ്രിയപ്പെട്ട കവിയുടെ ഉണ്ട്. ഞാൻ ഇത് രംഗത്ത് കണ്ടിട്ടുള്ളത് കൂടാതെ പഠിപ്പിക്കുന്ന കാലത്ത് ഞാൻ ഇത് കുറച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ, ഇതൊക്കെ വിളിച്ചു ചൊല്ലലിൻ്റെ രംഗമാണ്, ഈ നാഗായ ഗമിക്കുന്ന. പക്ഷെ സ്വയംവര രംഗം അപാരമായൊരു രംഗമാണ്. ഈ ദമയന്തി സ്വയംവര രംഗത്ത് ദമയന്തിയിൽ എത്ര ഭാവങ്ങൾ ഉണ്ടാകുന്നു. നമുക്കിപ്പോൾ അത് മനസ്സിലാവുന്നവരുണ്ട്, മനസ്സിലാകാത്തവരുണ്ട്. യഥാർത്ഥ പ്രണയമുള്ള ഒരു പെണ്ണ്, കോമളപ്രണയം
അല്ലെങ്കിൽ രോമഹർഷണ പ്രണയം ഒന്നുമല്ല. ശരിക്ക് പ്രണയം ഉള്ള ഒരു പെണ്ണ് താൻ അഭിലഷിക്കുന്ന ആളിനെ തന്നെ വരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഏതു വിധത്തിൽ ഈശ്വരന്മാരെ പോലും പരിത്യജിച്ച് കളയും, അവരോട് എന്തൊക്കെ പറയും, എത്ര ഭാവത്തിൽ അവൾ മാറും. നന്നായി എങ്ങനെ ഒരു കവിക്ക് ആവിഷ്കരിക്കാൻ കഴിയും എന്ന് കാണിക്കുന്നതാണ് നളചരിതത്തിലെ ഉണ്ണായി വാര്യരുടെ ഈ വരികൾ. ഇത് ഇവിടെ പുറത്ത് ഞാൻ ഈ വിധത്തിൽ കുട്ടികൾക്ക് പാടിക്കൊടുക്കുമായിരുന്നു. ഹരിൽ പ്രഭുക്കളെ ഒരിക്കലും അസത്കരിച്ചതില്ലഹം കിനാവിലും എന്നങ്ങിരിക്കവേ പുനരിവർക്കഹോ നമ്മെ ചതിപ്പതിനു നഹി നിമിത്തവും. ഇതൊരു ഭാവം. ഞാൻ ഹരിപ്രഭുക്കളെ ഒരിക്കലും അസത്കരിച്ചില്ല എന്ന് പറയുന്ന ഭാവം. പിന്നെ എന്നെ ചതിക്കാൻ എന്തായാലും നിമിത്തം? ലേശം കോപവും സങ്കടവും ചേർന്നതാണ്. അടുത്തു വരുന്നത് അതിനേക്കാൾ കടുത്തതാണ്. അപ്പൊ ഭാവവും മട്ടും മാറുന്നു. എങ്കലൊരപരാധം വരികിലും ഇങ്ങനെ തുടരാമോ? ആ തമിഴൻ അല്ലെങ്കിൽ നാടൻ സങ്കടപ്രകടനമാണ്. എങ്കലൊരപരാധം വരികിലും ഇങ്ങനെ തുടരാമോ? ത്രിഭുവന സങ്കടഹരരിവർ പോൽ ഹര ഹര ശങ്കര കിങ്കര വൈ. നല്ല ചോദ്യമായിട്ടാണ് എനിക്കത് ദമയന്തി അങ്ങനെ ദൈവങ്ങളോട് ഈ രീതിയിൽ ചോദിക്കുന്ന പോലെയാണ് തോന്നിയിട്ടുള്ളത്. വാക്കിനെ നമ്മൾ എങ്ങനെ എടുക്കും, അങ്ങനെ അവതരിപ്പിക്കാം, ശരിയാണ്. ഇവിടെ വെറും ഇതിനകത്ത് സംഗീതമല്ല, ദമയന്തിയുടെ അവിടുത്തെ ഭാവമാണ് ഞാൻ ഈ മട്ട ആക്കിയത്. എൻ്റെ അവസ്ഥ പറഞ്ഞ അവിടെ ദമയന്തി ദൈവങ്ങളോട് എങ്ങനെ പറയുന്നു? എങ്കലൊരപരാധം വരികിലും ഇങ്ങനെ തുടരാമോ? ത്രിഭുവന സങ്കടഹരരിവർ പോൽ ഹര ഹര ശങ്കര കിങ്കര വൈ. ഇത് ഈ തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഒരു ടോണൽ വാല്യൂ നമ്മൾ പറയുമല്ലോ, സ്വന മൂല്യം ഏറും. അത് ആ തരത്തിൽ സംഗീതം ഏത് രീതിയിലും കൊണ്ടുവരാം. പക്ഷെ ഈ പിരിവുണ്ട്, പദങ്ങളുടെ പിരിവും ചേരുവയും അത് നോക്കണം. ഒരു തേങ്ങലാണ്. എങ്കലൊരപരാധം വരികിലും ഇങ്ങനെ തുടരാമോ? ത്രിഭുവന സങ്കടഹരരിവർ പോൽ ഹര ഹര ശങ്കര. ഈ രീതിയിലാണ് പാടുന്നത്. ഇത് വരുമ്പോഴാണ് ഒരു പെണ്ണിൻ്റെ മനോഗതം ഏതേത് രീതിയിൽ സഞ്ചരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതേപോലെ തന്നെ പല ഭാഗങ്ങളും നമുക്ക് ഈ രീതിയിൽ വാക്കുകൾ കൊണ്ട് ധ്വനിപ്പിക്കുന്നത് മനസ്സിലാക്കാം. ഇനി വേറൊരു ഭാഗം എനിക്ക് വളരെ ഒരു നടനല്ല കഥാപാത്രത്തിൻ്റെ അല്ലെങ്കിൽ ഈ കഥയിലെ വ്യക്തി പാത്രങ്ങളുടെ അന്തർഗതങ്ങളെ ധ്വനിപ്പിക്കുന്ന മട്ടിൽ ഏത് രീതിയിൽ വാക്കുകൾ ഒതുക്കുന്നു, ആ അന്തർഗതങ്ങളിലാണ് സംഗീതം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ മനോഗതം അനുസരിച്ച് ഒരാളിൻ്റെ ടോൺ മാറി വരും. നമുക്കറിയാം, പുള്ളി പറഞ്ഞതിൻ്റെ സ്വരം കേട്ടാൽ നമുക്ക് അങ്ങനെ തോന്നുന്നില്ല. നമ്മൾ പറയും,
ഞാൻ ആലോചിക്കാം എന്ന് പറഞ്ഞാൽ ആലോചിക്കില്ല എന്നർത്ഥം. അങ്ങനെ പറയുന്നത് കേട്ടാൽ നമുക്ക് വേറൊരു ധ്വനി ഉണ്ടാവും. അല്ലെങ്കിലും എന്നെ ഇപ്പം ഞാൻ ആരുമല്ലല്ലോ എന്ന് പറയുന്ന ഒരു പരാതിക്കാരനും അല്പനും ഒക്കെയാണ്. ഒരല്പനുണ്ട് ഇതിൽ അല്ലേ, ഒരു കഥാപാത്രം. ആ പുഷ്കരന്റെ ഭാഗം എടുക്കാം. ആ ഭാഗം എടുക്കേണ്ടതാണ്. കലി ചെന്ന് കലിയും പുഷ്കരനും ഉത്സാഹിതോതകലിനാശയോസോ അതിനു മുമ്പ് വലിയൊരു നാടകമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ മറ്റേയാൾ മന്ത്രിയായി, ഞാൻ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആയില്ല. കയറി വീട്ടിയിരിപ്പാണ്. കുറേ സേവിച്ചു, മന്ത്രിയൊക്കെ ആയിട്ട് അങ്ങ് ഇരിക്കുകയാണ്. പക്ഷെ പഞ്ചായത്ത് മെമ്പർ പോലും ആകാതെ വീട്ടിലിരിക്കുന്നവൻ്റെ അടുത്ത് 2 പേര് കയറി വന്നു. അപ്പോൾ ഞാനും മോശമല്ലടേ എന്ന് പറയുന്ന ഒരു ഭാവമുണ്ട്. അങ്ങനെ കയറി വന്ന ഒരുത്തനോട്, നിങ്ങൾക്കെല്ലാം രംഗങ്ങളെല്ലാം അറിയാമെന്ന് എനിക്കറിയാം, അങ്ങനെ കയറി വന്ന 2 പേരോട് ചോദിക്കണം, അരികിൽ വന്നു നിന്നതാര്, എന്തഭിമതം അഖിലമാശു ചൊൽക. ഇതാവുന്നത് എന്നാവട്ടാ. അടുത്ത് പറയുന്ന വാക്കുകൾ ഞാൻ ഈ ശബ്ദത്തിൽ എടുക്കുന്നില്ല. അറിയയില്ലെങ്കിലും അഭിമുഖന്മാരെ കണ്ട് എൻ മനതാരിലുണ്ട് ഒന്നുന്മിഷിതം ചടിതി. എനിക്ക് നിങ്ങൾ അറിഞ്ഞൂടെങ്കിലും അഭിമുഖം നിങ്ങൾ നിൽക്കുന്നത് കണ്ടപ്പോ എൻ്റെ മനസ്സിൽ ഒരു ഉന്മിഷിതം, ഒരു ഐഡിയ കൺതുറന്നിരിക്കുന്നു. ഉന്മേഷം, കൺതുറക്കലാണ്. എൻ മനതാരിലുണ്ട് ഒന്നുന്മിഷിതം ചടിതി. അപ്പൊ ഇവരുമായിട്ടൊന്ന് ചങ്ങാത്തം വെക്കണമെന്ന് തോന്നലും, അവൻ്റെ അടുത്ത് ഇത്ര ആരോ എന്തെന്ന് ചോദിച്ച് അവന് പിടിച്ചില്ലെങ്കിൽ അവനൊന്ന് സുഖപ്പെടണമെന്നുള്ള മട്ടിലും, ഈ 2 സ്വഭാവം അവൻ നിന്ന് ഇത്രയിലും വരുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ഭാവത്തിൻ്റെ ധ്വനി. ഭാവധ്വനിയാണ് ഞാൻ ഒരു കാവ്യസംഗീതം എന്ന് ഉദ്ദേശിക്കുന്നത്. ധരണിയിലുള്ള പരീക്ഷകൾ നളനച്ചെന്ന് കാണും, അവർക്ക് വേണ്ടും കാര്യം അവനും സാധിപ്പിക്കും. ദൂരത്ത് നിന്നാരും വരികയില്ല നമ്മെ കാണുമ്പോൾ സങ്കടം. ആരും എന്നെ കാണാൻ ആരും വരില്ല. ഏത് രൂപത്തിലും, ഏത് ഭാഷണ രൂപത്തിലും, ഏത് സംഗീത രൂപത്തിലും അവതരിപ്പിച്ചാലും ഈ അർദ്ധധ്വനി വരുമെങ്കിൽ കേൾക്കുമ്പോൾ നമുക്ക് പിടികിട്ടും. ദൂരത്ത് നിന്നാരും വരികയില്ല നമ്മെ കാണുവാൻ. ഒരുത്തനുള്ള വൈരം എങ്ങനെ ഒരു കൊതിയനും ഒഴുക്കും. അല്പനും കൊതിയനുമായ ഒരുത്തന്, കഴിവുകെട്ടവനായ ഒരുത്തന് എങ്ങനെ മുഴുക്കുമെന്നും അതെങ്ങനെ അവനെ ദുഷ്ടനാക്കുമെന്നും നമുക്ക് തെളിയുന്നൊരു ഭാഗമായത്. അങ്ങനെ ഒരുപാട് ദുഷ്ടന്മാർ അനുദിനം നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ലോകത്ത് ഇത്തരൊരു പുഷ്കരനെ നമ്മൾ കാണിച്ചു കൊടുക്കണം. ഈ സമയത്ത് കാണിച്ചു കൊടുക്കാവുന്ന ഒരു കഥാപാത്രമാണ്. ദൂരത്തു നിന്നാരും വരികയില്ല നമ്മെ കാണാൻ എന്ന് പറയുന്നത് നമുക്കില്ല നാടും നഗരവും കൊടയും ചാമരവും അമിത്രവീരന്മാരെ അമർക്കും വൻപടയും ബാഹുജനെന്നുള്ളതേ നമുക്കൊന്നുള്ളൂ. മറ്റും ഒരു ക്ഷത്രിയനായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അമിത്രവീരന്മാരെ അമർക്കും വൻപടയും എന്ന് എനിക്കില്ല. അത് തന്നെ അപകർഷതയുടെ ഒരു ഭാവം, കൊതിയുടെ മറ്റൊരു ഭാവം, അസൂയയുടെ, അസഹിഷ്ണുതയുടെ. ഇതെല്ലാം ഇതിനകത്ത്, ഈ വാക്കുകൾക്കകത്ത് അതിൻ്റെ ടോണിനകത്ത് ഒളിച്ചിട്ടുണ്ട്. ഇത് വാക്കുകൊണ്ട് തന്നെ പുഷ്കരന്റെ ഭാവം നമുക്ക് പ്രത്യക്ഷമായി
അറിയാൻ പറ്റുന്ന രീതിയാണ്. വേഗം വേറെ അനുഭവിച്ചറിയാൻ മറ്റ് തരത്തിലുള്ള ആംഗിക വാചികാദികളെ അഭിനയങ്ങളെ, ആംഗികവും സാത്വികമായ അഭിനയങ്ങളെ പൊലിപ്പിക്കാനുള്ള വചനമാണ്. അഭിനയ രീതികളെ പൊലിപ്പിക്കാൻ, അങ്ങനെ പൊലിപ്പിക്കാൻ പറ്റിയ രീതിയിൽ പാടിക്കൊടുക്കുകയും നടൻ അതിനനുസരിച്ച് ഈ ഭാവങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്താൽ കണ്ടിരിക്കുന്നവന് പുഷ്കരന്റെ ഈ സ്വഭാവം കണ്ടിട്ട് ഒന്ന് പരിവർത്തനപ്പെടാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പഴുതേ ഞാൻ എന്തേ പല വക പറഞ്ഞു കേൾപ്പിക്കുന്നു. നളന് വേറെ കർമ്മം. അപ്പോഴവൻ്റെ ഇത് പുറത്തു വന്നതാണ്. നളന് വേറെ കർമ്മം, നമുക്ക് കർമ്മം വേറെ. നമ്മെ കൊണ്ട് ഉപകാരം നിങ്ങൾക്ക് എന്തോന്ന് വേണ്ടു? ആ ചോദ്യത്തിന് വലിയ ഇതുണ്ട്. ഇങ്ങനെയുള്ള ദുർബലനായ എന്നെ കൊണ്ട് നിങ്ങൾക്ക് എന്തൊരു ഉപകാരമുണ്ട് എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ അടുത്ത് പെട്ടെന്ന് ചാടി ദുർബലന്റെ പുറത്ത് ചാടി വീഴുന്ന ഒരു പേപ്പട്ടിയുടെ സ്വഭാവം അടുത്ത് വരുന്നുണ്ട്. പുഷ്കര നീ പഴുതേ ജന്മം നിഷ്ഫലമാക്കരുതേ. പുഷ്കര വെറുതെ എന്തിനാടാ ജന്മം? അപ്പൊ ഇവൻ വരണ്ടു. അരികിൽ വന്നെന്തോ ആര് എന്ന് ചോദിച്ചവൻ പുഷ്കര എന്ന് മറ്റവന്റെ വിളി കേട്ട് വരണ്ടു. അവന്റെ സ്വഭാവം നമുക്ക് വ്യക്തമായി. കലി എന്ന ആ കഥാപാത്രത്തിന്റെ, കലി എന്ന രൂപത്തിന്റെ മനഃശാസ്ത്രവും നമുക്ക് പിടികിട്ടി. നീ എന്തിനാടാ ജന്മം പാഴാക്കുന്നത്? അതാണ് അടുത്ത് പറയുന്ന വാക്യം നോക്കണം. ദുഷ്കരമായിട്ടൊന്നുമില്ല കേൾ. ദുഷ്കരമായിട്ടൊന്നുമില്ല. അപ്പൊ നളന് കർമ്മം വേറെ എനിക്ക് കർമ്മം വേറെ എന്ന് പറഞ്ഞ് നിസ്സഹായനായിട്ടിരുന്നവൻ ദുഷ്കരമായിട്ടൊന്നും ഇല്ല എന്ന് പറയുന്നവൻ വന്നിരിക്കുന്ന കാണുമ്പോൾ അവൻ അടിമയാണ്. യവം പ്രബലനാണ് എന്ന് മനസ്സിലായി. അവൻ ചില്ലറക്കാരനല്ല. അവന് പേടിയുമുണ്ട്, വിധേയത്വമുണ്ട്, കൊതിയുമുണ്ട് അവനെ പിടിക്കാൻ. ഇത്രയും ദുഷ്കരമായിട്ടൊന്നുമില്ല കേൾ എന്ന്. മത്സഹായമുണ്ടായാൽ ഏവനും അത് വരുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ സഹായം ഉണ്ടെങ്കിൽ എന്ന് തന്നെ ഏവനും, നിന്നെ പോലുള്ള ഏവനായാലും. അതുകൊണ്ട് ആ രീതിക്ക് ഇവന്റെ മനസ്സിനെ ഇടിച്ചു താഴ്ത്തുകയും കൊതിപ്പിച്ച് ത്രസിപ്പിക്കുകയും ചെയ്യാം. അതിന് ഇത്തരം വാക്കുകൾ ഇവിടെ പ്രയോഗിക്കണം. അതാണ് ഇനി അത് വലിയൊരു അടുത്ത് വരുന്ന വാക്യം അങ്ങനെയാണ്. അത് നളനും നീയും ഭേദമെന്തിവിടെ, നളനും നീയും ഭേദമെന്തിവിടെ എന്ന് പറഞ്ഞിട്ട് നാട് വാഴുക നളനവെന്ന് സമ്പ്രതി. ഞാൻ തന്നിരിക്കുന്നു രാജ്യം നാട്, തത്സ നാട് ഞാൻ തേതരുന്നു. അത് മാത്രമല്ല, പിന്നെ തവ ഞാൻ മിത്രം, നിന്റെ ശത്രുവിന്റെ ശത്രുവാണ്ടാ ഞാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് ഒരുത്തനെ അങ്ങ് കൊതി പിടിപ്പിച്ച് തുള്ളിച്ച് മതിപ്പിച്ചു കൊണ്ടുവരിക. ഇത്രയും കുറച്ചു വാക്കുകൾ കൊണ്ട് ഒരു ദുർബലചിത്തനായ കൊതിയനെ, അപകർഷതാബോധവും കഴിവില്ലാത്ത ഒരു അവസ്ഥയും ഉള്ള ഒരുത്തനെ പെട്ടെന്ന് അവൻ പേടിച്ചുകൊണ്ടേയിരുന്ന, അവന് പേടിയുണ്ടായിരുന്ന നളൻ എന്ന് പറയുന്ന രാജാവിനെ വെല്ലുവിളിക്കാൻ പ്രാപ്തനാക്കി എടുക്കുക. ഇതാണ് സി വി രാമപിള്ളയ്ക്കുള്ളൂ. അന്ന് ഞാൻ പറഞ്ഞ സി വിക്കാണ് പിന്നീട് ഇതുപോലൊരു ഭാഷയുള്ളൂ. സി വി ഇതേപോലെയാണ്. ഈ ചന്ദ്രക്കാരൻ്റെ ഒക്കെ ഭാഷ കേൾക്കണം. ചന്ദ്രക്കാരൻ്റെയും ഒക്കെ ഭാഷ ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് മനസ്സിലാവും മറ്റൊരു തന്നെ ഇളക്കാനുള്ള വചനത്തിന്റെ ധാടി ഏത് രീതിയിൽ പ്രയോഗിക്കണം. അത് ഒരു പകർന്നാട്ടം പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഈ ഉണ്ണായി വാര്യർ തന്നെ അവിടെ ആ സമയത്തൊരു പുഷ്കരനാവുന്നു, ഒരു കലിയാവുന്നു. അങ്ങനെയാണ് ഈ വാക്കുകളുടെ സംഗീതം അഭിനയയോഗ്യമായ ചലന സംഗീതമായിട്ട് മാറുന്നത് എന്ന് വേണം ഊഹിക്കാൻ. ഇതുപോലെ ഒത്തിരി ഭാഗങ്ങൾ എനിക്ക്
എങ്ങനെ ഇത് ഈ കർണാടക സംഗീത രീതിയിൽ പാടുമ്പോൾ ഈ പറയുന്ന ആ, ഈ വാക്കിൻ്റെ ധ്വനി കൊണ്ടുവരുന്നത് ഇതെങ്ങനെ സമന്വയിക്കുന്നു? ഞാൻ കർണാടക സംഗീത വിദഗ്ധനൊന്നുമല്ല, തിരിച്ചേക്ക് വല്ല തോന്നിയതൊക്കെ ചെയ്യുമെങ്കിലും അതുകൊണ്ട് ഏറി അങ്ങോട്ട് ആ രാഗനിശ്ചയത്തോടു കൂടിയാണ് അത് സാധിക്കുകയും ചെയ്യും. സാധിക്കും, കാരണം രാഗത്തെ പൂർണ്ണമായ രാഗപ്രഭാവം മാത്രമില്ലാതെ ഭാവദീപ്തിയോട് അവതരിപ്പിക്കാൻ സാധിക്കും, നിശ്ചയമായിട്ട് സാധിക്കും. അങ്ങനെയാണ് രാഗങ്ങളെ ഉപയോഗിക്കേണ്ടതെന്നും എനിക്ക് തോന്നുന്നു. അത് ഓരോ ഇതിലും ചില ഭാഗങ്ങളിൽ ഞാൻ തന്നെ ഇതൂടെ വിശദമാക്കാം. ഇത് നമ്മുടെ ഈ കുറത്തിപ്പാട്ടിൻ്റെയും അതുപോലെ ചിന്തുകളുടെയും തമിഴ് ചിന്തുകളുടെയൊക്കെ ഒക്കെ ഒരു ഛായയാണ് ഈ വരികളിലെല്ലാം കാണുന്നത്. അപ്പോൾ ഉണ്ണായിവരുടെ ഇത് രണ്ടും കൂടെ ഒരേ സമയം ഈ തോടിയിലോ അല്ലെങ്കിൽ ദ്വിയാവതിയിലോ ഒക്കെ പാടാൻ കഴിയുന്നു. അതേസമയം അതിൻ്റെ അപ്പുറത്ത് ഇപ്പം ഈ പറഞ്ഞ തരത്തിലുള്ള ഒരു സംഗീതം അല്ലെങ്കിൽ ഒരു താളക്രമം ഇതിനകത്തുണ്ട് അല്ലേ? അതായത് ഈ കഥകളിയിൽ കവി തന്നെ നിർദ്ദേശിച്ച രാഗങ്ങൾ വെച്ചുകൊണ്ട് ഈ ഞാൻ പറഞ്ഞ ഈ കുറത്തിപ്പാട്ടിൻ്റെയും ചിന്തിൻ്റെയും വഴിനട ചിന്തിൻ്റെയും ഒക്കെ മട്ടിൽ ഈണം മാറ്റി പാടാൻ ബുദ്ധിമുട്ടില്ല. താളഭേദം മാറ്റി പാടാം. താളഭേദം മാറ്റിയാൽ പോയി. ഞാൻ പറയുന്നത് അതൊന്ന് ആവിഷ്കരിക്കാൻ നോക്കാം. ഞാൻ ഈ എങ്കലൊരപരാധം എന്ന് പറയുന്ന ഭാഗം തന്നെ ഒന്ന് ആ ഭാഗം ഒന്ന് എടുക്കണേ. ഇത് പഴയ പുസ്തകം കാണാതെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ 20 വർഷം മുമ്പേ അല്ല 22 വർഷം മുമ്പേ പഠിപ്പിക്കൽ നിർത്തിയത്. ഈ തോടി എന്ന രാഗത്തിൽ തന്നെ ഇതേ വരികൾ ഇതേ മുറിവോടുകൂടി പാടാൻ പറ്റും. ഞാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ പറ്റൂലായിരിക്കും. ഞാൻ അത്രത്തോളം ഇവിടെ എൻ്റെ വിവരക്കേട് കാണിക്കുന്നില്ല. എങ്കലൊരപരാധം വരികിലും ഇങ്ങനെ തുടരാമോ? ഈ പറയുന്ന രാഗത്തിലോട്ട് കയറാം, കുഴപ്പമില്ല. ഈ തിരിവ് വരണം. എങ്കലൊരപരാധം വരികിലും ഇങ്ങനെ തുടരാമോ? ത്രിഭുവന സങ്കടഹരരിവർ പോൽ ഹര ഹര ശങ്കര കിംകരവൈ. എവിടെയെങ്കിലും കൊണ്ട് ഒപ്പിക്കാം. ഞാനിത് പാടി ഈ അടുത്ത കാലത്ത് ഞാൻ പരിശീലിച്ചിട്ടില്ല, അതുകൊണ്ടാണ് പറയാത്തത്. പാടി അതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. എൻ്റെ ഒരു മനസ്സിൻ്റെ അറിവ് രാഗത്തിൻ്റെ ഭാവങ്ങളെ വാക്കിൻ്റെ ചൈതന്യമായി ജ്വലിപ്പിച്ചാൽ ആ വാക്കുകൊണ്ട് തന്നെ ശ്രോതാവിനെ നമ്മിലേക്ക് വിളിച്ചടുപ്പിക്കാം. അതിന് സമയം കൂടുതൽ കിട്ടി ഞാൻ ഇവിടെ ഇരുന്ന് ചെയ്യാമായിരുന്നു കുറച്ച്. എന്നുവെച്ചാൽ ഒരു സാധാരണ മനുഷ്യരും അഭിജ്ഞരായ മനുഷ്യരിരിക്കുന്ന ഇടത്ത് ഒരു നല്ല ഗായകൻ പാടുമ്പോൾ സാധാരണ മനുഷ്യനും
സംഗീതാഭിജ്ഞരായ മനുഷ്യരും രണ്ട് തരത്തിലും എങ്കിലും അത് ആസ്വദിക്കും. ചില സാധാരണക്കാരൻ അത് അലിഞ്ഞായിരിക്കും ഇരിക്കുന്നത്, മറ്റവൻ താളമൊക്കെ അടിച്ച് രസിച്ചായിരിക്കും ഇരിക്കുന്നത്. അതിൽ അലിയുന്നവനാണ് ഒന്നാമൻ. അവന് ഇതിൻ്റെ ബാക്കി ശാസ്ത്രീയത എന്ന് പറഞ്ഞൂടാ, അതിൽ മുഴുകിപ്പോവും. ജന്തുവിനും സസ്യത്തിനും അത് സാധിക്കും. നല്ല സംഗീതം ഏത് വിധത്തിൽ എല്ലാവരെയും ബാധിക്കും എന്നതിൻ്റെ ഒരു പ്രത്യക്ഷോദാഹരണം എന്ന് പറയുന്നത് ദാസേട്ടനാണ്, യേശുദാസാണ്. എല്ലാവരും ശാസ്ത്രീയ സംഗീതം കേൾക്കാൻ തയ്യാറില്ലായിരുന്ന കാലത്ത് അവരിലേക്ക് കൂടെ ശാസ്ത്രീയതയോടെ തന്നെ ലളിതമായിട്ട് ചെന്നാൻ പറ്റി. അപ്പം പിന്നെ കൊതിയോടെങ്കിലും പലരും പഠിച്ചു തുടങ്ങി. കഥകളിക്ക് ജനകീയത വേണം എന്ന് നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ അനുഭവ രൂപത്തിൽ ഇതിനെ ജനങ്ങളിലേക്ക് കൊണ്ടെത്തിക്കണം. അതിന് നമ്മുടെ സാങ്കേതികമായ ചിട്ടകളൊന്നും കുറയ്ക്കാതെ തന്നെ ഈ ഒന്ന് അഭിനയം, കഥകളിയുടെ സാങ്കേതിക അഭിനയ വഴി, അതേസമയം സംഗീതത്തിലൂടെ കൊണ്ടെത്തിക്കാം. ഈ സംഗീതത്തിലൂടെ എത്തുമ്പോഴാണ് കൂടുതൽ പേര് അതിലേക്ക് വന്നടുക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. കാഴ്ച രംഗപ്രയോഗം കൊണ്ട് ആണ് ഇന്ന് കൂടുതൽ ആളുകൾ ഇരിക്കുന്നത്. ആ രംഗപ്രയോഗത്തിൽ പലരും ഇവിടെ പറഞ്ഞതുപോലെ അവർക്ക് ഈ 2 ചാട്ടം, ഇത്ര എണ്ണം, ഇത് പറഞ്ഞ്, പക്ഷേ ഇതിനെ കൂടുതൽ ഭാവമധുരമാക്കി കൊണ്ടുപോകണമെങ്കിൽ അനുഭവം തന്നെയാണ് പ്രധാനം, രസപ്രധാനം. രസത്തിലേക്ക് ഇതിനെ കൂടുതൽ നയിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങളിൽ കൂടുതൽ പേരെ ഇങ്ങോട്ട് അടുപ്പിക്കാനൊക്കും, പ്രത്യേകിച്ച് കുട്ടികളെ എന്ന് എനിക്ക് തോന്നുന്നു. കുട്ടികളാണ് ഇത് വേഗം പഠിക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളിലേക്ക് കൂടുതൽ കൊണ്ടു ചെല്ലാൻ പാകത്തിന്, പിന്നെ ഇതിൻ്റെ വചനത്തെ സ്വരപ്പെടുത്തുന്നത് നല്ല ശാസ്ത്രീയമായ വഴിക്ക് തന്നെ, അതൊന്നും കുറയ്ക്കണ്ട. പക്ഷേ വചനത്തെ ക്രമപ്പെടുത്തി കൊണ്ടുപോകുമ്പോൾ ഈ വാക്കിൻ്റെ ഉള്ളിലെ ധ്വനികളെ ഏത് രീതിയിൽ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാം എന്നതിനാണ് ഊന്നൽ കൊടുക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ട് കുറേ ഉണ്ട്. പാടുന്നവർ കൂടുതലും അങ്ങനെ ആ ഊന്നലോടുകൂടി പാടി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ അതിന് ഒരുപാട് സഞ്ചാരഗതികളുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ വേറൊന്ന്, ഈ വാക്കുകൾ ഒരുപാട് ഇതിൽ ചേർത്തിട്ടുണ്ട്. ആയിവാരുടെ കാലത്തെ കർണാടക സംഗീത പദ്ധതിയെ പറ്റി നമുക്ക് എന്തെങ്കിലും ഇതിൽ നിന്ന് ഊഹിക്കാൻ പറ്റുമോ? കാരണം ഇവിടെ വെങ്കടകൃഷ്ണ ഭാഗവതത്തിന് ശേഷമാണ് കർണാടക സംഗീതം, നവചരിതമാണ് ഈ സംഗീതത്തെ ഇത്രയും മാത്രം, കഥകളി സംഗീതത്തെ ഇത്രമാത്രം ഉയർത്തിയത്. അതിനടിസ്ഥാനം, അല്ലെങ്കിൽ വെങ്കടകൃഷ്ണ ഭാഗവതര് കഥകളി സംഗീതത്തെ ഇത്രയും കർണാടക സംഗീതത്തോട് ബന്ധിപ്പിച്ചത് അതിന് നളചരിതമായിരുന്നു അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നളചരിതം അടിസ്ഥാനമാക്കിയത് കേരളീയ സംഗീതത്തെ കൂടെയാണ് എന്നാണ് എൻ്റെ പക്ഷം. കേരളീയ സംഗീതം എന്ന് പറയുമ്പോൾ ഈ കർണാടക സംഗീതത്തിൻ്റെ ചാലുകൾ പല രീതിയിൽ കേരളത്തിൽ വ്യാപരിച്ചിട്ടുണ്ട്. ആ പല രീതിയിൽ കേരളത്തിൽ വ്യാപിച്ചതിൽ ചിലത് നമ്മുടെ തമിഴൻ ചിന്തുകളുടെയും അടികളുടെയും കുറളുകളുടെയും മട്ടിലാണ്. അതുണ്ടായിട്ടുണ്ട്, ഒരുപാടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുള്ള ഗാനപദ്ധതികളെ നമ്മൾ ചിലപ്പോൾ ദേശീയെന്നും മാർഗിയെന്നും തിരിച്ചിട്ടുണ്ട്. മാർഗിയായ സംഗീതം ഇവിടെ പ്രയോഗിക്കുമ്പോൾ ദേശീയായ സംഗീതത്തെ നമ്മൾ അത് വേറെയാണെന്ന് കരുതി. ഞാനിവിടെ പറഞ്ഞത് ദേശീയായ സംഗീതം മാർഗിയായത് തന്നെ. മാർഗി ആയിട്ട് മാറിയ ദേശീയായ സംഗീതമാണ് പഴയത്. മരുതപ്പൺ എന്ന് തമിഴിൽ പറയുന്നത് മോഹനം എന്ന് പറയുന്ന രാഗമാണ്. ആ മരുതപ്പണ്ണിൽ പ്രയോഗിച്ചാൽ ഇത് പെട്ടെന്ന് തെളിയില്ല.
ഇന്തളം എന്ന് പറയുന്നത് നമുക്ക് പിന്നെ ഹിന്ദോളം എന്ന് പറഞ്ഞ് വേണമെങ്കിൽ കൊണ്ടുവരാം. ഇന്തളവും ഹിന്ദോളവും രണ്ടാണ്. പക്ഷേ ഈ സംഗീത വഴികളെ ലയിപ്പിച്ചും പ്രത്യേകം പ്രയോഗിച്ചും രണ്ട് തരത്തിലും ഉണ്ണായി വാര്യർ ഫലിപ്പിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പറയാം. അതായത് കൊട്ടാരക്കര തമ്പുരാന്റെ കാലത്ത് നമ്മുടെ ലളിത സംഗീതത്തിന്റെ പൂർവ്വരൂപം ആദ്യം കാണാവുന്നത് ഇന്നത്തെ ലളിതഗാനവും പദവുമില്ലേ, അതിന്റെ പൂർവ്വരൂപം മിക്കവാറും ആദ്യം കാണാവുന്നത് കൊട്ടാരക്കര തമ്പുരാന്റെ കൃതികളിലായിരിക്കണം. രാമനാട്ടം, അതിൽ നാട്ടുസംഗീതമുണ്ട്. ആ നാട്ടുസംഗീതം തന്നെ തമിഴകത്തിന്റെ പഴയ തേവാര സംഗീതമായിട്ട് ബന്ധപ്പെട്ടതും കൂടിയാണ്. അതുപോലെ തികച്ചും പറഞ്ഞാൽ തമിഴകത്തിലെ പെരുമാൾ തിരുമൊഴിയിലെ സംഗീതമായിട്ടും കൂടെ ബന്ധപ്പെട്ടതാണ്. ഈ ഉണ്ണായി വാര്യർക്ക്, ഇരിങ്ങാലക്കുടക്കാരനായ ഉണ്ണായി വാര്യർ തിരുവനന്തപുരത്ത് മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ ആശ്രയി ജീവിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന് അങ്ങ് വള്ളിയൂരിനടുത്ത് തിരുവിതാംകൂറിൻ്റെ തെക്ക് കിഴക്കേ അതിർത്തിയിലെ വള്ളിയൂരിലെ കളക്കാട്ട് കരമൊഴിവായി വസ്തു കൊടുത്തു എന്ന് ഒരു രേഖയുണ്ട്. ഈ തമിഴ് സംഗീത പദ്ധതികളുമായിട്ട്, അല്ലെങ്കിൽ അന്നത്തെ ഈ ദേശീയായ തമിഴ് സംഗീത പദ്ധതികൾ അദ്ദേഹം പരിചയിച്ചതും ഇതുമായിട്ട് വല്ല ഒരു ബന്ധപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളത്. ഇന്നത്തെക്കാൾ കൂടുതൽ നാട്ടുസംഗീതം, തമിഴകത്തെ നാട്ടുസംഗീതം കൊടുങ്ങല്ലൂരും ഇവിടെ ഇരിങ്ങാലക്കുടയും തൃശ്ശൂരും ഒക്കെ പടർന്നിരുന്നു എന്നാണ് എൻ്റെ എളിയ മനസ്സ് പറയുന്നത്. ചിലപ്പതികാരം എഴുതിയ ഇളങ്കോടികൾ തൃക്കണാമതിലകത്തിരുന്നാണ് അത് എഴുതിയത്. ആലോചിച്ച് നോക്കണം. പട്ടാങ്കിയാനും ഒരു പത്തിനിയെ ആവാകിൽ, ഇതെഴുതിയത് ആര്? കൊടുങ്ങല്ലൂർ ഇളങ്കോടികളാണ്. തമിഴകത്തെ മുഴുവൻ താനങ്ങളും ഈണങ്ങളും ചിന്തകളും പാട്ടുകളും അതിനകത്ത് നിരത്തിയിട്ടുണ്ട് ചിലപ്പതികാരത്തിൽ. വേണ്ട, ഇവിടെ എല്ലാം പടർന്നിരുന്നു. ഈ സഖ്യപർവ്വതത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഊറിയിറങ്ങിയതെല്ലാം ഒരേ നീര്, ഒരേ മൊഴി. പിന്നെ ഇപ്പുറത്ത് നമ്മൾ കുറച്ചതിരിട്ടു, അപ്പുറത്ത് അവർ കുറച്ചതിരിട്ടു. അന്നത്തെ കാവ്യങ്ങളെല്ലാം ഏറ്റവും നല്ല സംഗീത പദ്ധതിയും വചന പദ്ധതിയും അടിസ്ഥാനപ്പെടുത്തി എഴുതിയിട്ടുള്ളതാണെന്ന് ഈ അവസാനത്തെ കട്ടുരയിൽ, ചിലപ്പതികാരത്തിന്റെ കട്ടുരയിൽ നോക്കുമ്പോഴറിയാം. എല്ലാ ഈ സംഗീത പദ്ധതികളും ഒപ്പം തിണകളും എല്ലാം ചേരുന്ന മട്ടിൽ, അലങ്കാര പദ്ധതികളെല്ലാം ചേരുന്ന മട്ടിലാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞത് അന്ന് ഇതെല്ലാം ചേർത്ത് എഴുതാൻ പറ്റൂ എന്നതുകൊണ്ടാണ്. ആ ഗാനത്തിന്, ഗാനശൈലിക്ക് ജീവിതത്തിൻ്റെ എല്ലാ അംശങ്ങളുമായിട്ടും ബന്ധമുണ്ടായിരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം കൂടെ ചേർന്ന് തന്നെയാണ് ഇതിനകത്ത് ഉണ്ണായി വാര്യരിൽ കൂടെയും എന്നെപ്പോലുള്ള ഉള്ളവരുടെ കണ്ണിന് കാണാൻ പറ്റുന്നത്. വെറും ശാസ്ത്രീയ പദ്ധതി എന്ന് മാത്രം ഒതുക്കണ്ട, ആ ശാസ്ത്രീയത ഇപ്പുറത്തേതിലുമുണ്ട്. ഞാൻ ശാസ്ത്രീയ സംഗീതം കൊതിക്കുന്ന ഒരു ഭക്തനാണ്, അറിയാവുന്ന ആളല്ല. പക്ഷേ ആ പദ്ധതി തന്നെ പ്രകാരഭേദേന മറ്റതിലും ഉണ്ട്. ഒരേ മൊഴിക്ക് ഒരേ ഈണത്തിന് പല ആവിഷ്കാര ഭേദങ്ങൾ എന്നേ ഞാൻ കരുതുന്നുള്ളൂ. ഇപ്പോൾ തികച്ചും പറയാം, ഈ നെട്ടൻ എന്ന് പറയുന്ന രാഗം പിൽക്കാലത്ത് നമ്മുടെ ശാസ്ത്രീയ രാഗങ്ങളിൽ വേറെ ആയിട്ട് വന്നിട്ടുണ്ട്. കൂടിയാട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന പല രാഗങ്ങളും പിൽക്കാലത്ത് വേറെ പേരുകളിൽ വന്നിട്ടുണ്ട്. പുറനീരൊക്കെ മറ്റു പേരുകളിൽ വന്നിട്ടുണ്ട്. അതെങ്ങനെ തമിഴകത്ത് പ്രയോഗിച്ച രീതിയും നാട്ടുംപുറത്തുകാർ പ്രയോഗിച്ച രീതിയും വ്യത്യസ്തങ്ങളല്ല, അതേസമയം ചെറിയ ചെറിയ ഭേദങ്ങളുള്ളതായിരുന്നു. ഈ പാട്ടുകൾക്കെല്ലാം അതുണ്ടെന്നാണ് കുട്ടിക്കാലം മുതലുള്ള എൻ്റെ കേൾവി എനിക്ക് പറഞ്ഞു തന്നത്.
അതുകൊണ്ട് ആളെഴുതം വായിക്കുമ്പോൾ ഈ എല്ലാ അംശങ്ങളും ഒപ്പം കാളിദാസനെയും പറഞ്ഞതുപോലെ നാട്യശാസ്ത്രകാരനെയും ഇത്തിരിയോളം ശങ്കരാചാര്യരെയും ഒക്കെ ഇതിനകത്ത്, ശങ്കരാചാര്യരല്ല മഹാഭാരതം വേദവ്യാസനെയും ഇതിനകത്ത് കണ്ടുപോകും. കർഷനെയും കാണും. ഇതെല്ലാം ഇണക്കി ചേർക്കുന്ന ഒരാളായതുകൊണ്ട് ഇത് നിൽക്കുന്നു. ഈ വചനത്തെ വചനമായി ആവിഷ്കരിക്കുകയും രംഗപ്രയോഗം കൂടുതൽ ഇതുപോലെ എല്ലാവരെയും വിളിച്ചടുപ്പിക്കുന്ന രീതിയിൽ ഒരു സംഗമിപ്പിക്കുകയും ചെയ്താൽ വീണ്ടും ഞാൻ വിസ്മയിക്കുന്ന ഇതാണ്, ഈ ഇതുപോലുള്ള കഥകൾ, നളചരിതം പോലുള്ള കഥകൾ നിലനിൽക്കും. ഇതിൽ കൂടെ വേണം ഇനി പറഞ്ഞുപോയ പല അഭിനയ സങ്കേതങ്ങളെയും സംഗീത സങ്കേതങ്ങളെയും ഉയർപ്പിക്കാൻ. അതിന് ഇത് ഉപകരണ ആധാരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഏത് വിധത്തിലും ആരാധ്യതയുള്ള ഉണ്ണായിവാരെയും മഹാനടന്മാരെയും അതിൻ്റെ മറ്റ് പ്രയോക്താക്കളെയും എല്ലാം വന്ദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. അരമണിക്കൂർ കൊണ്ട് ഞാൻ വേറൊരു യാത്രയെക്കുറിച്ചും കൂടെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വടക്കാഞ്ചേരിയിലൊന്ന് എത്തിപ്പെടണം. അതുകൊണ്ട് ക്ഷമിക്കുമാറാകണം. എല്ലാവർക്കും എൻ്റെ ക്ഷമാപണപൂർവമായ നന്ദി പ്രകാശിപ്പിക്കുന്നു. നമ്മൾ ആഗ്രഹിച്ച കാര്യം സാധിച്ചു എന്ന ഒരു വളരെ ചാരിതാർത്ഥ്യത്തോടെ കുറച്ചു നേരം കൂടി കേൾക്കണമെന്ന് നമുക്ക് മോഹമുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഒരു പ്രഭാഷണം കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയതാണ്. ആ കാര്യം നമ്മളും കണക്കാക്കണം. തുടർന്ന് ഇവിടെ കുടിയാട്ട പരമ്പരകളിലെ ഇന്നത്തെ പെർഫോമൻസ് നടക്കാനിരിക്കുകയാണ്. സജീവ് ഒന്ന് 2 വാക്ക് പറയാൻ അഭ്യർത്ഥിക്കുന്നു. സാറിൻ്റെ വാക്കുകളെക്കുറിച്ച് പറയാനൊന്നും ഞാൻ ആളല്ല. എങ്കിലും നമ്മുടെ കഥകളി സാഹിത്യത്തിന് പൊതുവെ അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രീതികളിൽ നമ്മുടെ പ്രാചീന തമിഴ് സംഗീതത്തിൻ്റെ താളക്രമങ്ങളുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. അത് കൊട്ടാരക്കര തമ്പുരാൻ മുതലേ നമുക്കത് കാണാം. സാറ് പറഞ്ഞ കുറത്തി കൊട്ടാരക്കര തമ്പുരാനിലുണ്ട്. കൂരിരുളിടയുന്നണി നൽകുഴലിൽ മേവും വേരിയാണ്ട ചാരു സുമാരാജിതാനനെ എന്നാണ് എഴുതിയിരിക്കുന്നത് കൊട്ടാരക്കര തമ്പുരാൻ. അതുപോലെ തന്നെ ഇനി ചെമ്പടയാണോ താളം? ചെമ്പടയാണെങ്കിൽ അധോന്നതയിലായിരിക്കും. അരടാ നടന്നിടുന്നു രാമനോടാ മൂഢ, ഇതായിരിക്കും. ഇനി ചമ്പയാണോ? തകതകിട എന്നുള്ള ഖണ്ണനടയിലായിരിക്കും അത് വരിക. അതിനെ ആശാന്മാർ ചിട്ടപ്പെടും. ഇപ്പം തവസഹജൻ അമിതബല എന്ന് എഴുതിയിരിക്കുന്ന വരിയെ തവസഹജൻ അമിതബല എന്ന് തത്തിന്തത്താകിട തിത്തേകിട തേകിടയ്ക്ക് ആശാന്മാർ ചിട്ടപ്പെടുത്തുമ്പോഴാണ് ഈ മാറ്റം പ്രധാനമായിട്ടും വരുന്നത്. ഇപ്പം സാറ് പറഞ്ഞ പോലെ തന്നെ ഈ തമിഴകത്തിലെ കാവടി ചിന്തകൾ, അതിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒന്നുകൂടി ഉണ്ട് നളചരിതത്തിൽ. അതായത് നമ്മുടെ ചില കുറവഞ്ചികളിലെ പദഘടനയും സംഗീതഘടനയും ഒരുപാട് സ്ഥലത്ത് ഉണ്ണായിവാര് അത് പ്രയോഗിച്ചിട്ടുണ്ട്. അതായത് അഭിരാമി എന്താതി എഴുതിയ അഭിരാമിപ്പെട്ടവരുടെ ഒരു കുറവഞ്ചിയുണ്ട്. ആ കുറവഞ്ചിക്കകത്ത് ഈ വാരായോ പാറായോ ചെന്നായോ എന്നിങ്ങനെ വരികൾ കാണാം. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ തന്നെ ഒരു കാലത്ത് തമിഴകത്തിൻ്റെ സംഗീതവും കേരളത്തിൻ്റെ സംഗീതവും ഒന്നായിരുന്ന ഒരു കാലത്താണ്. അത് ഒരു വലിയ ശൈലീവൽക്കരണത്തിന് വിധേയമാകും. അത് വിധേയമാകാതെ പറ്റില്ല. കാരണം അതങ്ങനെയാണ് മനുഷ്യൻ്റെ ബുദ്ധി എപ്പോഴും. ഞാൻ സൂരജിനോട് പറയായിരുന്നു, ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും വിമാനത്തിൽ സഞ്ചരിക്കില്ലായിരുന്നു, നമ്മൾ സൈക്കിളിൽ തന്നെ സഞ്ചരിച്ചേനെ. പക്ഷെ അതിൻ്റെ ഒരു സൗന്ദര്യത്തെ കണ്ടെടുക്കുന്നതിൽ ഇപ്പം അതിന് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണമുണ്ട്. പടയണിയിലെ അതായത് ഇപ്പോൾ നമ്മുടെ അരുണഗിരിനാഥരുടെ തിരുപ്പുകൾ, അത് ഏറുമയിലേറി വിളയാടി മുഖമുൾറോ
ഈശനുട ജ്ഞാനമുഖം പേശിമുഖ, ഇതിങ്ങനെ കർണാടക സംഗീതത്തിലെ പാടും, ഇങ്ങനെ കണ്ണനടയിൽ പാടും. ഇത് പടയണിയിൽ ഇത് തന്നെ മുഖം പാട്ടായിട്ട് കാലങ്കോലത്തിന് പാടുന്നുണ്ട്. അത് ഇതിനെ പൂർണ്ണമായിട്ടും മാറ്റിയിരിക്കുകയാണ്. ഏറുമിരുതേറി വിളയാടും ഹരനോടങ്ങാതരാൽ വരം വരിച്ചു കൊണ്ടു വിപ്രദേവ്. ഇതേ രീതിയിൽ ആണത് പോകുന്നത്. അപ്പോൾ നമ്മുടെ ആശാന്മാർക്കൊരു സ്വഭാവമുണ്ട്. മുദ്രയെ തന്നെ അറിയാമല്ലോ സാറേ, മുദ്രയും നമ്മൾ നേരെ നമ്മുടെ ഹസ്തലക്ഷണ ദീപിക തന്നെ ഇന്ത്യയിലുള്ള മുഴുവൻ മുദ്രകളെയും കീഴ്മേൽ മറിച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ ആശാന്മാർക്ക് വലിയ വാശി ഉണ്ടായിരിക്കണം, ഞങ്ങളുടേതായി നിൽക്കണം എന്നുള്ള വാശിയും കൂടി ഒരുപക്ഷെ ഇതിൽ വന്നിട്ടുണ്ടാകും. എന്തായാലും നേരത്തെ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു ചിന്തകളെ വളരെയധികം സാറ് ഇപ്പോൾ സാറിൻ്റെ ആ പ്രത്യേകിച്ച് അതിലെ പല ഭാഗങ്ങളും ആ ചിന്തിൽ പാടി കേൾപ്പിച്ചപ്പോൾ അത് എനിക്ക് വളരെയധികം അത് ഒരുപാട് പ്രയോജനപ്പെട്ടു. പുതിയ പുതിയ വാതായനങ്ങൾ നളചരിതത്തിലേക്ക് വീണ്ടും വീണ്ടും തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴെല്ലാം ഇതെല്ലാം കണ്ട് മന്ദഹസിച്ചുകൊണ്ട് ഉണ്ണായി എവിടെയോ ഇരിപ്പുണ്ട്. അതാണ് നമുക്കെല്ലാം ഈ നളചരിതത്തിൻ്റെ വലിയ ചാരിതാർത്ഥ്യമായിട്ട് അനുഭവപ്പെടുന്നത്. വലിയ നന്ദി സാർ. ഇതിൽ കൂടുതൽ പഠനം നടത്തണം. കാരണം തീർച്ചയായിട്ടും എന്നുവെച്ചാൽ ഞാൻ ഒരുപാട് കാലം കൊണ്ട് സ്വപ്നം കാണുന്നുണ്ട്. ആ തലത്തിൽ ഞാൻ പ്രവേശിക്കില്ല. പക്ഷേ വേണം ഇതിന്. പഴയത് വർജിക്കേണ്ടത് പോകണം, പുതുതായിട്ട് തളിർക്കേണ്ടതൊക്കെ തളിർക്കണം. അത് തന്നെയാണ് ഈ ഒരു ട്രഡീഷൻ്റെ ഇന്നോവേഷൻ. ട്രഡീഷൻ എന്ന് പറയുന്നത് ചത്തതല്ല, പക്ഷെ അത് ആധാരങ്ങളാണ്. ഇതിൽ നിന്ന് മുമ്പോട്ട് പോകണമെങ്കിൽ ഇതുപോലുള്ള ആളുകൾ വരണം. ഇതിൽ നിന്ന് എടുക്കാനുള്ള വിവരങ്ങൾ ഒരുപാട് ഇതിലെല്ലാത്തിനും ഉണ്ട്. അവനെ ചെന്നായോ എന്നൊക്കെ പറയുന്നിടത്ത് ചെന്നായോ എൻ്റെ അടുത്ത് എൻ്റെ ചില ബന്ധുക്കൾ നാഗർകോവിലുകാർ ചോദിച്ചിട്ടുണ്ട്, നീ ഉണ്ടായോ? ഞാൻ എപ്പോഴേ ഉണ്ടായി എന്ന് ഞാൻ മറുപടി പറയും. ഉണ്ടായോ, ഉണ്ട് ആയോ എന്നാണ് ചോദിക്കുന്നത്. ആ ചെന്നായോ എന്നുള്ളത് ചെന്നായി എന്ന അർത്ഥത്തിലാണോ എന്ന് പലരും സംശയിക്കും. പക്ഷേ ഈ പ്രദേശത്തുള്ളവർക്ക് ഇത് വേറെ മനസ്സിലാവും. അതുപോലെ ദേശത്തിനനുസരിച്ചുള്ള ഈണങ്ങളും ഭാവങ്ങളും വരികയും അതേസമയം അടിസ്ഥാനങ്ങൾ പലതും അങ്ങനെ നിൽക്കുകയും ചെയ്യുന്നത് വലിയൊരു കാര്യമാണ്. പക്ഷേ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അത് ഞാൻ പെട്ടെന്ന് ധൃതിപ്പെട്ട് പറയാത്തതാണ്. ദേശത്തിൻ്റെതായി ഉള്ള ഈണമാണ് ഭാവത്തെ ബോധിപ്പിക്കുന്നത്. ആ ഭാവബോധകമായ ഈണത്തെ ബൃഹത്കരിക്കുന്നതാണ് നല്ല രാഗം. ഓരോ ദേശത്തിനും പ്രിയങ്കരമായ രാഗങ്ങളുണ്ട്, അല്ലേ? ഓരോ സമയത്തിനെന്ന പോലെ ഓരോ ജോഗ്രഫിക്കൽ കണ്ടീഷനും പ്രിയങ്കരമായ രാഗങ്ങളുണ്ട്. ആ രാഗങ്ങളും കൂടെ എണ്ണായി വാരി ഇണക്കിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് മിണ്ടാതെ ഇരിക്കുന്നത് അത് പറയാൻ കഴിവില്ലാത്തതുകൊണ്ടാണ്. എന്തായാലും ഇത് പഠനം ഇത് കൂടുതലുണ്ടെങ്കിൽ പലപ്പോഴും കേൾക്കാൻ ഞാനും വരാം. ഇത് അറിയണം, കുഞ്ഞുങ്ങളെ വിളിച്ചടിപ്പിക്കണം, ഒരുപാട് പേർക്ക് കൊടുക്കണം, അവർക്ക് ഹരം ഉണ്ടാക്കണം. ശരി. ഒരു കാര്യം കൂടി കഴിഞ്ഞിട്ട് പോവാവൂ എന്ന് പറയാനാണ്. ഞങ്ങളുടെ ഇടയിലും ഉണ്ട് ഒരു വേണുഗോപാൽ. അദ്ദേഹം സമ്പൂർണ്ണ നളചരിതം, ഉണ്ണായി വാര്യരുടെ സമ്പൂർണ്ണ കൃതികൾ എഴുതി ഇവ രണ്ടുപേർക്കും നേരിട്ട് കൊടുത്തുകൊണ്ട് ഈ ധന്യമാക്കാൻ വേണു. ഇന്നത്തെ മുഖ്യാതിഥി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചിരുത്തിയ കവി മധുസൂദൻ സാറിനെ ആദരിക്കുന്ന സുവർണ്ണമുദ്രണം നൽകുന്നതിലേക്കായിട്ട് സാദരം ക്ഷണിക്കുന്നു. ആദരണം ഏറ്റുവാങ്ങുന്നതിന് കവിയെയും ക്ഷണിക്കുന്നു.